السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان. بسم الله ما شاء الله. لا يسوق الخير إلا الله. بسم الله ما شاء الله. لا يصرف السوء إلا الله. بسم الله ما شاء الله. ما كان من نعمة فمن الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. لا ند ولا مثل ولا مثيل له. وأشهد أن سيدنا ونبينا وحبيبنا أفضل الخلق وأكرم الخلق وأجمل الخلق محمد صلى الله عليه وسلم عبد الله ورسوله أرسله إلى كافة الخلق بشيرا ونذيرا. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يا سيدي يا رسول الله خذ بيدي. ما لي سواك ولا ألوي على أحد مراديا. أحمد الله الولي صلى على خير النبي باسم خير المنجلي. يا سيدي خير النبي الصلاة والسلام عليك يا رسول الله. توبة طالبت منك يا شفيع المذنبين. ثوبي طاهر عن سواك سيدي خير النبي. لا إله إلا الله. محمد رسول الله. Delay slow.
സ്പേസ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ അവറുകൾ, പള്ളിയുടെ ഉറൂസ് കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികൾ, വേദി നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മറ്റു നാട്ടിലെ ഉമറാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ വലിയുല്ലാഹിയുടെ ചാരത്ത് ഇൽമിൻ്റെ മജ്ലിസിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും ഈ സംഗമവും പറച്ചിലും കേൾക്കലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും അള്ളാഹു തആല നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹു സബബാക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാരെയും സർവരെയും അള്ളാഹു ഇതിലേറെ സന്തോഷത്തോടുകൂടി അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മലയാളിയാണ് ഞാൻ, അതും കേരളത്തിൻ്റെ നടുവിലാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. ആശങ്കയുള്ളത് നിങ്ങൾക്ക് ഭാഷ തിരിയോ എന്നുള്ളൊരു ആശങ്കയാണ്. തിരിയാതപ്പം ഏതായാലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തൂല എന്നറിയാം, എന്നാലും നിങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ആദ്യം തന്നെ ഓപ്പറേറ്ററോട് പറഞ്ഞു, ഓപ്പറേറ്റർ എന്നോട് പറഞ്ഞ് തുളു പറയാനാണ്. നല്ല കോളായി, മൂപ്പർക്ക് തിരിയോ അല്ലെങ്കിൽ എനിക്കറിയോ അത് ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ ബാക്കിലുള്ള ആളില്ലേ, അവിടെ മുതലുള്ള ആൾക്കാരൊന്ന് എണീറ്റിക്കോ, ഇങ്ങോട്ട് വരുമോ? നമ്മൾ കുറേ ദൂരമായതുകൊണ്ട് നിങ്ങളോട് നമ്മൾ അകന്ന പോലായി, ഒരു ബന്ധമില്ലാതെ കുറേ അപ്പുറത്തായി. ഇവിടെ കുറേ കാലിയുണ്ടല്ലോ, നിങ്ങളെ മുഖമൊക്കെ ഒന്ന് ശരിക്ക് കാണാൻ. ആ ബാക്കോട്ട് നോക്കുന്ന ആളല്ലേ, ഇപ്പോൾ ബാക്കോട്ട് നോക്കിയ ആൾ, അവിടെ മുതലുള്ള ആൾക്കാരൊന്ന് മുന്നോട്ട് വന്നാൽ മതി. വലിയ സന്തോഷമാവും. ഹയാത്തുൽ ഔലിയാൻ്റെ ചാരത്താണ്. ഈ ഉപ്പിനങ്ങാടിയിലുള്ള വലിയ സ്നേഹമുള്ളവരാണ് ഇവർ. ഒറ്റക്കാട് മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? നമ്മൾ ആദ്യമായിട്ട് നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചാണ്. ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ വലിയ ഖൈറായിരിക്കും ഇൻഷാ അല്ലാഹ്. നന്മയിലേക്ക് മുമ്പിലെ സീറ്റിലേക്ക് തന്നെ വരും. ഒരുപാട് കസേര ഒഴിവുണ്ടല്ലോ, ബാക്കിൽ വരുന്നവർക്ക് ഇന്ന് ബാക്കിലിരിക്കുക. അവരിങ്ങനെ മുൻകടന്ന് വരൂല. അൽഹംദുലില്ലാ, അള്ളാഹു മുന്നുന്നവർക്ക് സ്വർഗത്തിലേക്ക് മുന്താൻ അള്ളാഹു ഇതൊരു കാരണമാക്കുമാറാകട്ടെ. അവൻ സ്വർഗത്തിലേക്ക് വസാബിഖൂന സാബിഖൂൻ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, എല്ലാത്തിലും മുൻകടക്കാനുള്ളൊരു വലിയ പൂതിയുണ്ട് ഇൻഷാ അല്ലാഹ്. അത് വലിയ ഒരു ആഗ്രഹമാണ്. നന്മയിൽ മുന്തുക, എല്ലാ ഖൈറിലും മുന്തി സ്വർഗത്തിലേക്ക് നമുക്ക് മുന്തണം അള്ളാഹു തആല. അപ്പോൾ അവിടുന്ന് എണീറ്റ് ഇങ്ങോട്ട് മുന്നിയ ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്കെല്ലാം ഒരുമിച്ചുകൂടി എല്ലാവർക്കും സ്വർഗത്തിലേക്ക് ആദ്യം തന്നെ കടന്നു പോകുന്ന വിഭാഗത്തിൽ പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരെങ്കിലും ഉദ്ദേശിക്കണ്ട ബാക്കിന്ന് വരാൻ? ആ ബാക്കിലെ ലൈന് ഒന്നുകൂടി, ഒരു ലൈനും കൂടി എണീറ്റിട്ട് ഈ ഫ്രണ്ടൊന്ന് ഫില്ലാക്കാൻ ഒരു റാഹത്ത്, നമ്മളെ സദസ്സിൻ്റെ ഒരു കബൂലിയത്തിന് എൻജോളി. നിങ്ങൾ ആരെടുത്തൊന്നും ഒന്നും വാങ്ങുന്നില്ല, മുമ്പിൽ വന്നിച്ചിട്ട് അധികമൊന്നും. നമ്മൾ തമ്മിലൊരു ബന്ധം കൂട്ടി ഉറപ്പിക്കാനാ ഇൻഷാ അല്ലാഹ്. ആ ഉസ്താദ് എണിച്ചാണ്. ഇനി ആരാളുള്ളത്? അല്ലാഹു തആല അവർക്ക് വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, എല്ലാത്തിലും അല്ലാഹു തആല ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരുമില്ലേ? ആ ബാക്കിലെ കുട്ടികൾ, തൊപ്പിട്ടോ കുട്ടികളൊക്കെ അതാ ഒന്നും കൂടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സ് ഇങ്ങനെ ഫ്രണ്ട് കാലിയായി കാണുമ്പോൾ ഒരു റാഹത്ത് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇനി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് സ്ലോവിങ്? ഇത് വലിയ സംഭവമാണ്. ഉണ്ടാ ഇല്ല? സ്ലോ ഉണ്ടാ? ഇല്ല.
അൽഹംദുലില്ലാഹ്, വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ഈ നാടിൻ്റെ വലിയ ഒരു അത്താണിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിച്ചമായി ഇവിടത്തേക്ക് തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലായി അവർ ലയിച്ചപ്പോൾ, അള്ളാഹുവിന് ഹുബ്ബ് വെച്ചപ്പോൾ അവരുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയതാവുകയും ഭൂമിയിലെ നിവാസികളുടെ ഇടയിൽ അള്ളാഹു തആല അവർക്ക് വലിയ ഖബൂലിയത്ത് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരം ഉറൂസൊക്കെ നടക്കാനുണ്ടായ കാരണം. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകളെ വിളിച്ചിട്ട് പറയുമത്രേ, ഇന്നാലിന്ന ആളെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. മലായിക്കത്തുകൾ മുഴുവനും ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തും വലിയ സ്ഥാനം നൽകും, ജനങ്ങൾക്കിടയിൽ വലിയ ഖബൂലിയത്ത് നൽകും എന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത്തരത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഖബൂലിയത്ത് കിട്ടിയ മഹാന്മാരാണ് ഈ ഔലിയാക്കളെല്ലാം. അവർ അല്ലാഹുവിൻ്റെ മഹബ്ബത്തിലായി ജീവിച്ച് അതിലായി മരണപ്പെട്ടവരാണ്. മഹാനായ ഷേഖ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി സഞ്ചരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഓർക്കുന്ന മാസമാണ് പരിശുദ്ധ റജബ്. ഈ റജബ് അവസാനിക്കാനായ സമയം. മഹാനവറുകളുടെ വഫാത്തൊക്കെ നമ്മൾ ഏറെ കേട്ടവരും പരിചയപ്പെട്ടവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലായി ലയിച്ച മഹാന്മാർ, അവരുടെ ജീവിതം കണ്ടിട്ട് എത്രയോ ആളുകൾ മഹബത്തിലേക്ക് കടന്നു വന്നു. മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും അല്ലാഹുവിലേക്കുമുള്ള മഹബത്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ ആകർഷിപ്പിച്ചത്. നമുക്കും ഇന്ന് ആ വിഷയം ഒന്ന് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോടുള്ള മഹബത്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ ആത്മീയമായ വഴിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ വഅള് കേട്ടിട്ട് എത്രയോ ആളുകൾ ബോധം കെട്ടുപോയത്, ഹൃദയം പൊട്ടി മരണപ്പെട്ടു പോയത് സംഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അള്ളാഹുവിനോടുള്ള ഷൗഖ്, അതിയായ മഹബത്ത്, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടിമയുടെ അടയാളമാണ്. അതിലേറ്റവും വലിയ മഹബത്ത് കാഴ്ചവെച്ചിട്ട് നമുക്ക് വലിയ മാതൃക കാണിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് ഏറെ അടുത്തവരാണവർ, എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ചവരാണവർ. അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം മാറ്റിവെച്ചവരാണവര്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് അത് കണ്ടുപഠിച്ചവരാണ്. ഔലിയാക്കളിലെ ഏറ്റവും വലിയ സ്ഥാനത്തുള്ളവർ അവരാണല്ലോ. ആ സ്വഹാബത്താണല്ലോ ഔലിയാക്കളിലെ രാജാവ്. ഔലിയാക്കളിലെ രാജാക്കന്മാരിൽപ്പെട്ട സ്വഹാബികളിൽ ഒന്നാമനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവരല്ലേ താജുൽ ഔലിയാ, ഔലിയാക്കളെ രാജാവ് അവരല്ലേ. അല്ലാഹുവിലേക്ക് മഹബ്ബത്ത് കൊണ്ട് മുറിഞ്ഞു വീണവരാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചവരാണ്. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമിഹി വഅഹിബ്ബൂനി ലിഹുബ്ബില്ലാഹ് ഇയ്യായി. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് എല്ലാ നിഅമത്തും തന്ന റബ്ബിനെ നിങ്ങൾ വല്ലാതെ ഇഷ്ടം വെക്കണേ, അല്ലാഹുവിനെ പ്രിയം വെക്കണേ. നിങ്ങൾക്ക് ജീവിതം തന്നത് അവനാണ്. നിങ്ങൾക്ക് വായു തന്നത്, വെള്ളം തന്നത്, ഭക്ഷണം തന്നത്, വീട് തന്നത്, സർവ്വതും സമ്മാനിച്ചത് അല്ലാഹ്. നമ്മൾ അല്ലാഹു മുഅ്മിനാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്.
മുത്തുനബിന്റെ ഉമ്മത്തിൽ പെടുത്തിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ നിഅമത്താണ്. അല്ലാഹുവിനെ നിങ്ങൾ വല്ലാതെ മഹബ്ബത്ത് വെക്കണേ. വഅഹിബ്ബൂനി ലിഹുബ്ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം മുഖേനയാണ് എന്നോട് ഇഷ്ടം വെക്കേണ്ടത്. അല്ലാഹുവിനോടുള്ള ഇഷ്ടം കാമിലാകണമെങ്കിൽ മുത്തുനബിയോടുള്ള ഇഷ്ടം പൂർണ്ണമാകണം. മുത്തുനബിയോട് മാത്രം ഇഷ്ടം, അല്ലാഹുവിനോട് ഇഷ്ടമില്ല എന്നുമാകരുത്. അങ്ങനത്തവന്റെ മഹബ്ബത്താവുകയില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ എവിടെയെല്ലാം അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന് പറഞ്ഞു, അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെയും അല്ലാഹ് ചേർത്തി പറയുന്നുണ്ട്. അത്തീഉല്ലാഹ് വ അത്തീഉർ റസൂൽ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കണേ, അവന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കണേ. ചില ആളുകൾ പറയും, എനിക്ക് അല്ലാഹുവിനോടല്ല മുത്തുനബിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അടുത്താരും അങ്ങനെ ഒരാൾ വാക്ക് പറഞ്ഞത് ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോടെ മഹബ്ബത്തുള്ളൂ, അള്ളാഹുവിനോട് അങ്ങനെ മഹബ്ബത്തൊന്നും തോന്നണില്ല. ആ വാക്ക് വലിയ അപകടമാണ്. അള്ളാഹുവിനോടല്ലേ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കേണ്ടത്. ഹുബ്ബും സ്നേഹവും ഒക്കെ പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു അല്ലേ നമുക്ക് മുത്തുനബിയെ സമ്മാനിച്ചത്, അല്ലേ? എല്ലാ സന്തോഷവും എല്ലാ നിഅമത്തും നമുക്ക് മുത്തുനബിയിലൂടെയാണ് കിട്ടിയത്. സ്വർഗം പടച്ചതും ഈ ഭൂമിയെ പടച്ചതും ചരാചരങ്ങളെ സൃഷ്ടിച്ചതും എല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയതോ നമുക്ക് അല്ലാഹുവിങ്കിൽ നിന്നല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒന്ന് തീരുമാനിച്ചില്ലെങ്കിൽ എന്താ അവിടെ ഉണ്ടാകുക? ഒന്നുമില്ല. അപ്പോൾ മഹബ്ബത്തിന് ഏറ്റവും ബന്ധപ്പെട്ടവർ അല്ലാഹുവാണ്. ആത്യന്തികമായിട്ട് ഹുബ്ബ് അല്ലാഹുവിനോടായിരിക്കണം. അത്യധികം ഹുബ്ബ് അല്ലാഹുവിന്റെ ഹബീബിനോടുമായിരിക്കണം. ഏറെ സ്നേഹിക്കേണ്ടവരാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവരുടെ മുഅ്മിനീങ്ങളുടെ അടയാളമായ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ അല്ലാഹുവിനോട് വല്ലാതെ ഇഷ്ടമുള്ളവരാണ്, ഖൽബിൽ വലിയ മഹബ്ബത്തുള്ളവരാ. സ്നേഹം അത് വലിയ മധുരമുള്ളതാണ്. സ്നേഹം മധുത്തെ മധുരമുള്ളതാക്കി തീർക്കുന്നുണ്ട്. ഈമാനിന്റെ ടേസ്റ്റ് മഹബ്ബത്തിലൂടെയാണ് അറിയാൻ കഴിയുന്നത്. വിശ്വാസം അതൊരു ആശ്വാസമാണല്ലോ, അത് ആസ്വാദനമായി തീരുന്നത് മഹബ്ബത്തിലൂടെയാണ്. വിശ്വാസമാണ് നമ്മുടെ മുഅ്മിനാണെന്നുള്ള വിശ്വാസം, ദീനിൽ അടിയുറച്ചിട്ട് നിൽക്കുന്നൊരു വിശ്വാസം, അത് നമുക്ക് വലിയ ആശ്വാസമാണ്. അത് ആസ്വാദനമായി തീരുന്നത് മഹബ്ബത്തും കൂടെ അതിലൂടെ ചേരുമ്പോഴാണ്. ഏത് അമല് ചെയ്യുമ്പോഴും മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഉറൂസിന്റെ സംഗമത്തിലാണ്, അതിന്റെ സദസ്സിലാണ്, ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സദസ്സാണിത്. ഇജാബത്ത് വലിയ പ്രതീക്ഷയുള്ള സദസ്സാണിത്. അല്ലാഹുവേ, അത്തരത്തിലെ ഖബൂലിയത്തുള്ള മജ്ലിസാക്കി ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലെ നല്ല നിയ്യത്തോടുകൂടെ ഇരിക്കണം. അല്ലാഹുവിനോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി നമ്മൾ ഇതിൽ സംഗമിക്കണം. ഹുബ്ബില്ലാതെ മഹബ്ബത്തില്ലാതെ ഏത് അമല് ചെയ്താലും അതിൽ വലിയ വിജയം കാണൂല. എല്ലാം ഇവിടെ സ്നേഹത്തിന്മേൽ പടക്കപ്പെട്ടതാണ്. എല്ലാം അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാം അതിൻ്റെ മേലാണ് അസ്ഥിവാരമിട്ടിട്ടുള്ളത്. മഹബ്ബത്താണ് പ്രധാനം. അലാമത്തുൽ മഹബ്ബത്ത് കാണാൻ കഴിയും. വമിൻ അലാമാത്തിൽ മഹബ്ബ, മഹബ്ബത്തിന്റെ അടയാളങ്ങൾ എണ്ണി പറയുന്നത് കാണാം. തഅല്ലുഖുൽ ഖൽബി ബിദിക്രിഹി തആല,
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖൽബൊന്ന് ബന്ധിപ്പിക്കുക. അവന്റെ ദിക്റിലായിക്കൊണ്ട്, അവനെ സ്മരിക്കുന്നതിലായിക്കൊണ്ട് ഖൽബിനെ ബന്ധിപ്പിക്കലാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയലാണ്. ദിക്റിലായിക്കൊണ്ട് ഏത് അമല് ചെയ്യുമ്പോഴും അല്ലാഹുവിന് വേണ്ടിയാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിച്ചുകൊണ്ടാവുക. ദിക്ർ എന്ന് പറഞ്ഞാൽ എല്ലാ അമലും ദിക്റിനാണ്. നിസ്കാരം ദിക്റിനാണ്, നോമ്പ് ദിക്റിനാണ്, ഹജ്ജ് ദിക്റിനാണ്, സ്വലാത്ത് ദിക്റിനാണ്, ഈരുത്തവും ദിക്റിനാണ്. ഈ മഹാന്മാര് മുഴുവനും ജീവിച്ചത് ദിക്റിലാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലായി, ദിക്റിലായി, ഫിക്റിലായി ജീവിച്ചവരാണ്. ഏത് അത്ഭുതങ്ങൾ കാണുമ്പോഴും, സന്തോഷം കാണുമ്പോഴും, എന്ത് പ്രയാസം വന്നാലും എല്ലാം അള്ളാഹുവിലേക്കാണ് അതിന്റെ ചിന്തയുടെ മടക്കം അവരുടേതുണ്ടാവുക. എന്തെങ്കിലും ഒരു അത്ഭുതം വന്നാൽ, ഏത് നിഅമത്ത് കിട്ടിയാലും, എന്ത് സന്തോഷവും സന്താപവും ജീവിതത്തിൽ വന്നാലും എല്ലാം അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റുള്ളതെല്ലാം നീ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നും ഇല്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഔലിയാക്കൾക്ക് പേടിയില്ലെന്ന് സൂക്തം ഖുർആനിലില്ലടോ. ഹുബ്ബ് തന്നെയാണോർക്ക് പേടിയും, ഹുബ്ബും രണ്ടല്ല ഒന്നടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണവരാണവര്. എല്ലാം കാണുമ്പോഴും ചിന്ത റബ്ബിലേക്കാണ് അവരുടേത് പായുന്നത്. ഏത് സന്തോഷങ്ങൾ വന്നാലും അവർ റബ്ബിനെ മറക്കുന്നവരല്ല. എന്തു പ്രയാസം വന്നാലും അവർ റബ്ബിനെ പഴിക്കുന്നവരല്ല. എല്ലാത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്. പടച്ചവനോട് ശുക്റിലായി കൊണ്ട് കഴിയുന്നവരാണ്. ഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണെന്നാണല്ലോ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ലേ ഓർമ്മപ്പെടുത്തുന്നത്. ലൈവ് ക്ലിയർ ഉണ്ടാ? ആ എക്കോന്റെ സൗണ്ട് ഒന്ന് കുറച്ച്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലായി. മനസ്സിലായ? പറ്റപ്പോയി. ഫസ്റ്റ് പോലാക്ക്, ഫസ്റ്റത്തെ പോലെ. ഒന്നുകൂടി. നിങ്ങൾക്കും മനസ്സിലാകണ ബുദ്ധിമുട്ടുണ്ടാവും, ഞങ്ങൾക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ടാവും.
അതെൻ്റെ റാഹത്തിലായില്ലെങ്കിൽ. അതുകൊണ്ടാട്ടോ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. ഇപ്പം ഉള്ളതുപോലെ ആക്കിയാൽ മതി. നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പ് നല്ല റാഹത്തുണ്ടായി. എണ്ണം കൂട്ടാൻ മതി. ഒരു വീഡിയോൻ്റെ ആളല്ലേ. ഹൽ 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 പറ്റൊഴിവാക്കണ്ട. ഏക്കോൻ്റെ സൗണ്ട് തീരെ കുറക്കാനല്ല. ഹൽ കുറച്ച് കൂട്ടി. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വലിയ മഹബ്ബത്തുകൊണ്ട് നടന്നവരാണ് ഈ മഹാന്മാർ. ഷാക്കിരീങ്ങളായിട്ട് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുന്നവരായി വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു മഹാൻ വല്ലാതെ കരഞ്ഞ് ദുആ ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. എന്താണ് ദുആ? പടച്ചവനെ, എന്നെ ഖലീലീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. വളരെ കുറഞ്ഞ വിഭാഗമുള്ളൂ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. ഈ ദുആഇന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ല. എന്താ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നത് എന്ന് ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിലില്ലേ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ആളുകളിൽ എന്നെ പെടുത്തണേ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. നമ്മൾ ഏത് ഗണത്തിലാണ് എന്നും നമ്മൾ ചിന്തിക്കുക. വളരെ കുറച്ച് ആളുകളെ നന്ദി ചെയ്യുന്നവളുള്ളൂ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ആദിയാത്ത് അറിയാം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദാഹരണമായി കൊണ്ടുവരുന്നത് തന്റെ യജമാനനെ പുറത്തു കയറ്റി പൊടിവാറ്റി ഏത് വെയിലിലും ഏത് മണലിലും ഏത് കുന്നും മലയും താണ്ടി ഓടിയെടുക്കുന്ന കുതിരയാണ്. വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. തണുപ്പെന്നോ ചൂടെന്നോ പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ലാതെ ഏത് സമയത്തും യജമാനൻ വിളിച്ചാൽ ഉടനടി കയറിയിട്ട് യജമാനനുമായി ശത്രുവിന്റെ നേരെ ഓടിയെടുക്കുന്ന ഒരു വല്ലാത്ത ജീവിയല്ലേ കുതിര. ആ കുതിര എത്ര നന്ദിയുള്ളവ ജീവിയാണ്. അല്ലാഹ് ഖുർആനിൽ ഉദാഹരിച്ചു കൊണ്ടുവരുന്നത്. കുതിരയെ പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ വളരെ നന്ദി കെട്ടവനാണ്, അല്ലാഹുവിനോട് നന്ദിയില്ലാത്തവനാ.
മുഅ്മിനേ, നമ്മളെ വീട്ടിൽ പോറ്റുന്ന ജീവി, കന്നുകാലികൾ, 4 കാലുള്ള ജീവിയേക്കാൾ നമ്മൾ അതപ്പതിച്ച് പോകാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ശുക്റിലായി, ദിക്റിലായി, തസ്ബീഹിലായി കഴിയുന്നവരാണ് മുഴുവൻ ജീവികളും, മുഴുവൻ സസ്യലതാദികളും. അല്ലാഹുവിനെ ഓർക്കാൻ, ശുക്ർ ചെയ്യാൻ നമ്മളാണ് അവരെക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. ആർക്കാണ് കൂടുതൽ നന്ദി? അവക്കാണേറ്റവും റബ്ബിന്റെ പക്കൽ നിന്ന് കിട്ടൽ സ്നേഹവും. ആരാണോ കൂടുതൽ അള്ളാഹുവിനോട് ഷാക്കിറായി, നന്ദിയുള്ളവനായി മാറുന്നത്, അവനിലാണ് അള്ളാഹുവിന്റെ നിഅമത്ത് ധാരാളമായി വർഷിക്കല്. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാണോ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്തോ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് പരിശുദ്ധമായ ഖുർആനല്ലേ വ്യക്തമാക്കി തരുന്നത്. ആർക്കാണ് കൂടുതൽ നന്ദി? അവർക്കാണ് ഏറ്റവും റബ്ബിന്റെ പക്കൽ നിന്ന് കിട്ടൽ സ്നേഹവും. അള്ളാഹുവിന്റെ മഹബത്ത് വാങ്ങിക്കൂട്ടാൻ, റബ്ബിന്റെ ഹുബ്ബ് ലഭിക്കാൻ നമ്മൾ ഷാക്കിറാകലാണ് ഒന്നാമത്തെ വഴി. നിഅമത്തൊരാൾ ഓർക്കാതെ വന്നാൽ പിന്നെ ശുക്റിന്റെ കാര്യമാസാധ്യമായതു തന്നെ. അല്ല തന്ന നിഅമത്തിനെ ഓർക്കാതെ അതിനെ മറന്നുകളഞ്ഞാൽ പിന്നെ അവൻ എവിടുന്ന് ഷാക്കിറാകാനാ? പിന്നെ എവിടുന്ന് നന്ദി ചെയ്യാനാണ്? ചില ആളുകൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ മറന്നുകളയാ, അവർ തോന്നിവാസികളായി മാറാൻ. അവർ സമ്പന്നനല്ലായിരുന്ന ഒരു കാലുണ്ടായിരുന്നു, പാവപ്പെട്ടവനായ ഒരു സമയം ഉള്ളത് കൊണ്ട് അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചു പോയിരുന്ന ഒരു ഘട്ടം. അന്ന് അള്ളാഹുവിനെ നല്ലോണം ഓർത്തിരുന്നു. നിസ്കാരം പാഴാകാറില്ല, സ്വലാത്ത് മുടക്കാറില്ല, മഖാമിലെ സിയാറത്ത് മുടങ്ങാറില്ല. വിദേശത്ത് പോയി ഒന്ന് സമ്പന്നനായപ്പോ പിന്നെ അവൻക്ക് മൗലിദെല്ലാം ഔട്ട് ഓഫ് ഫാഷനായി പോയി. പിന്നെ മഖാമെല്ലാം, സിയാറത്തെല്ലാം, ഉറൂസെല്ലാം മോശമായി പോയി. അതെല്ലാം ദീനിന് പെട്ടതെല്ലാം വല്ലാതെ സംസാരിക്കുന്നവനായി പോയി. ഉസ്താദുമാരെല്ലാം അവന്റെ കണ്ണിൽ ചെറുതായി പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നിഅമത്ത് ചെയ്തപ്പോ അല്ലാഹനെ മറന്നു കളഞ്ഞവനാ. അവനൊരിക്കലും ശുക്ർ ചെയ്യാൻ കഴിയൂല, അവൻക്ക് ഷാക്കിറാകാൻ കഴിയൂല. എത്രമേലാണോ നിനക്ക് നിഅമത്ത് ലഭിക്കുന്നത് അത്രമേൽ വിനയാനിതനാകുകയാ വേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലേ മാവ്, നല്ല മാങ്ങയുള്ള മാവ്, അതിൻ്റെ കൊമ്പിങ്ങനെ താഴ്ന്നു നിൽക്കുന്നത്? അത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മാങ്ങ എടുക്കാൻ സൗകര്യമാവുമല്ലോ. എത്രമേലാണോ ഫലങ്ങൾ കായ്ക്കുന്നത് അത്രമേൽ താന്നു കൊടുക്കുകയാണ്, വിനയമുള്ളതായി തീരുകയാണ്. ഓ എൻ്റെ മുഅ്മിനേ, ഓ ഉമ്മമാരെ, നമുക്ക് അല്ലാഹു എന്ത് നിഅമത്ത് തന്നാലും, എത്ര വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നാലും അല്ലാഹനെ മറന്നുകൂടാ. ഷാക്കിറാകാനാ നമ്മൾ സമയം കണ്ടെത്തുന്നത്. റബ്ബേ, ഇന്നലത്തേക്കാൾ എനിക്ക് ഇന്ന് എത്ര സമ്പത്താ നീ തന്നത്. നല്ല സൗകര്യമുള്ള വീട് തന്നല്ലോ, വാഹനം തന്നല്ലോ, മക്കളെ തന്നല്ലോ.
ഇന്നലെയേക്കാൾ ഇന്ന് ഞാൻ ഏറെ നിസ്കരിക്കേണ്ടവരാണ്, കൂടുതൽ സ്വതഖ ചെയ്യേണ്ടവനാണ്, ഏറെ വിനയാന്വിതനാകേണ്ടവനാണ്. ഈ ഒരു ബോധമാ മുഅ്മിനെ വേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ അവിടുന്ന് അൽ ബദറിൽ വിജയിച്ചു എന്ന് കേട്ടപ്പോൾ മഹാനായ നജ്ജാശി രാജാവ് അവിടുന്ന് പഴയ മുണ്ടെടുത്തിട്ട് മണ്ണിലിരിക്കുന്നു. ബദറിനാഗണത്തിൽ കുഫാറിനോട് പൊരുതി നേടി വിജയിച്ചു, ഇസ്ലാമിന് ഇസ്സത്ത് ലഭിച്ചു എന്നറിഞ്ഞപ്പോ രാജാവായ നജ്ജാശി നിരത്തിരിക്കുകയാണ്, മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. എന്തേ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? എന്തേ നിങ്ങളിങ്ങനെ താഴത്ത് മണ്ണിലിരിക്കുന്നത്? നല്ല മുണ്ടെടുക്കാതെ നിങ്ങൾ എന്തേ ഇങ്ങനെ മണ്ണ് പുരണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ നജ്ജാശി രാജാവിന്റെ മറുപടി, നിഅമത്തിന് വിനയമല്ലേ മറുപടി ശുക്റായി വേണ്ടത്? അല്ലാഹ് ചെയ്ത വലിയ നിഅമത്തല്ലേ? ബദരീങ്ങളെ കൊണ്ട് ദീനിന് വലിയ ഇസ്സത്ത് അല്ലാഹ് തന്നില്ലേ? ബദറിൽ അല്ലാഹ് വിജയിപ്പിച്ചില്ലേ? ഓക്കു മുഅ്മിനീങ്ങളെ, അവര് കണ്ട വഴി അങ്ങനെയാണ്. ഞാൻ വലിയ രാജാവല്ലേ, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കൊണ്ടോനല്ലേ എന്ന ചിന്ത അവർക്ക് വന്നില്ല. പണക്കാരനായാലും ആലിമിനെ കണ്ടാൽ എണീറ്റ് നിൽക്കാണ്. അങ്ങനെയല്ലേ നമ്മളുടെ ശീലം? മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലേ? ആലിമീങ്ങളെ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്. അവർക്ക് ഞാൻ ഏറെ പണമുള്ളവനാണെന്ന് ചിന്തയില്ല, എന്റേതാണ് ഈ തോട്ടം മുഴുവനുമെന്ന ചിന്തയില്ല. ഏത് ചെറിയ മുതഅല്ലിമിനെ കണ്ടാലും ഇൽമിന്റെ അഹ്ലുകാരാണോ വലിയ ബഹുമാനത്തോടുകൂടെ അവരെ സമീപിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു വിനയത്തിന്റെ അടയാളമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അന്താക്കിയ വിജയിച്ച് ഫത്ഹ് കഴിഞ്ഞിട്ട് എന്ന വിവരം അറിഞ്ഞപ്പോ, അന്താക്കിയ പിടിച്ചടക്കി വിജയിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീഴുകയാ. ശുക്റിന്റെ വലിയ അടയാളമാണല്ലോ സുജൂദ്. അത് അല്ലാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളമാ, പടച്ച റബ്ബിനെ ഓർക്കുന്നതിന്റെ അടയാളമാ. സഹീൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് മഹാനവർകളോട് പറയുന്നു, മഹാനേ, ഒരു സഹീൽ തങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ മോഷ്ടാവ് കയറിയിട്ട് പലതും എടുത്തുകൊണ്ടുപോയി സഹീലേ. മഹാനായ സഹീൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് അൽഹംദുലില്ലാഹ്, സഹീൽ തങ്ങളെ മറുപടി അൽഹംദുലില്ലാഹ് എന്നാണ്. വീട്ടിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അൽഹംദുലില്ലാഹ് പറയും? നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളെ വീട്ടിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞാൽ വേഗം പോയി നോക്കൂലേ? എങ്ങനെയെങ്കിലും പോലീസിന് പരാതി കൊടുക്കാൻ നോക്കും. എവിടെയെല്ലാം അന്വേഷിക്കാൻ പറ്റുമോ അതെല്ലാം നടക്കും. CCTV എല്ലാം ചെക്ക് ചെയ്യും. എല്ലാ വഴിയും എങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കും. നല്ല തന്നെയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ സഹീൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വേഗം ഓടി വന്നത് അൽഹംദുലില്ലാഹ്, എന്റെ ഈമാന് മോഷ്ടിച്ചില്ലല്ലോ, ഇബ്ലീസ് എന്ന കള്ളൻ വന്ന് എന്റെ ഈമാന് മോഷ്ടിച്ചില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. എൻ്റെ വീട്ടിലെ സാമഗ്രികളാണ് അടിച്ചു കൊണ്ടുപോയത്. അതെനിക്ക് തിരികെ ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വന്നേക്കാം. അതിനി പോയാലും ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാണ്. നാളത്തെ ഒരു ജീവിതത്തിലെ വിജയത്തിന് അതൊരു തടസ്സമല്ല. എൻ്റെ ഈമാനെങ്ങാനും കട്ടെടുക്കാൻ വന്നിട്ട് ഇബ്ലീസ് അത് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ, എൻ്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാൽ അതിലും വലിയ നഷ്ടമില്ലല്ലോ. അതേ മഹബ്ബത്തിന്റെ അടയാളമായി ഒന്നാമതാണ് നമ്മൾ എണ്ണിയത് തഅല്ലുഖുൽ ഖൽബി ബിദിക്രില്ലാഹി തആല.
എന്ത് സന്തോഷം വന്നാലും എന്ത് സന്താപം വന്നാലും പ്രയാസം വന്നാലും മുഅ്മിനേ അല്ലാഹനെ മറക്കല്ലേ. റബ്ബിലേക്ക് മനസ്സിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞോ അത് അലാമത്തുൽ മഹബ്ബയാണ്. അവന്റെ ഖൽബിൽ അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. നേരത്തെ വന്നപ്പോൾ ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ, ഏത് മുസീബത്ത് വന്നാലും ജീവിതത്തിൽ എന്ത് പ്രയാസം നേരിട്ടാലും ഔലിയാക്കൾ തകരൂല, തളരൂല, അവര് റബ്ബിനെ പഴിക്കൂല. അവർ ഒന്നിന് പിറകെ ഒന്നായി ഏറെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവര് റബ്ബിനോടുള്ള ശുക്രിനിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ജീവിച്ചവരാണ് ഔലിയാക്കള്. അള്ളാഹു നമ്മളെ ഈ ശാകിര്യങ്ങളിൽ പെടുത്തി തരട്ടെ. അള്ളാഹു നല്ല ശുക്റുള്ള മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. മുമ്പല് കേടുവന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും നേരത്തെ സഹൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയാണ്. എൻ്റെ മുൻപല്ലേ പൊട്ടിയിട്ടുള്ളൂ, അൽഹംദുലില്ലാഹ്. എനിക്ക് ഖുർആൻ നോക്കിയോതാൻ കണ്ണിന് കേടില്ലല്ലോ, ഖുർആൻ കേൾക്കാൻ ചെവിക്ക് തടസ്സമില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സ് എന്തൊരു വലിയ മനസ്സാണ്. മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹു കാലിൽ വലിയ കുരുവരാണ്. അപ്പോഴും പറയുന്നു അൽഹംദുലില്ലാഹ്, എൻ്റെ കാലിനല്ലേ കുരുവുള്ളൂ, എൻ്റെ ചെവിക്ക് പ്രശ്നമില്ലല്ലോ, എൻ്റെ കണ്ണിന് പ്രശ്നമില്ലല്ലോ, ദിക്ർ ചൊല്ലാൻ നാവിന് തടസ്സമില്ലല്ലോ. മഹാനായ അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയല്ലോ. എത്ര വർഷങ്ങളാ പ്രയാസപ്പെട്ട് ജീവിച്ചത്, എത്രയാണ് സഹിച്ചത്. ശരീരം മുഴുവനും വ്രണമായി വല്ലാതെ നീര് വന്നിട്ട് പ്രയാസപ്പെടുമ്പോഴും റബ്ബിനോട് പരാതിയില്ല, ഇബാദത്തിൽ കുറവില്ല. ലാസ്റ്റ് സമയം നാവിനും കൂടി രോഗം പിടിപെടുന്ന സമയം വന്നപ്പോ റബ്ബിനോടാണ് ഒന്ന് പറഞ്ഞത്, അല്ലാഹ് ഇന്നി മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റഹീമീൻ. റബ്ബേ, ഒരു ചെറിയ പ്രയാസം വന്ന് എൻ്റെ നാവിനും കൂടി ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ അല്ലാഹ്. നീ വലിയ കാരുണ്യവാനാണ്. അൻത അർഹമുർ റഹീമീൻ. ഇത്രയേ പറഞ്ഞുള്ളൂ. പടച്ചോനെ, ചെറിയൊരു പ്രയാസമുണ്ട്. അല്ലാഹ് നീ വലിയ കാരുണ്യവാനാണ്. ഇത്ര മതി. അമ്പിയാക്കളെ വാക്ക് അങ്ങനെയാ ഖുർആൻ നോക്കിയാലെല്ലാം കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അമ്പിയായിന്റെ ദുആ ധാരാളം കാണാൻ കഴിയുമല്ലോ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ പഠിപ്പിക്കുന്നുണ്ടല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, അക്രമം വന്നുപോയി, ചെയ്തുപോയി. അവരുടെ കാര്യത്തിൽ അവർക്ക് വലിയ ബേജാറാണ്. ചെറിയതായിട്ട് അവർ കാണൂല. സ്വർഗലോകത്തുനിന്ന് വന്നുപോയ ഒരു പാളിച്ച, അത് തക്ലീഫിന്റെ ലോകമല്ല. അങ്ങനത്തെ ഒരു ലോകത്ത് വെച്ചത് ചെയ്ത ഒരു വന്നുപോയ ഒരു അപാകതയുടെ പേരിൽ വിഷമിച്ച് ദുഃഖിച്ച് കഴിയാണ്. അത് വലിയ സയ്യാത്തായിട്ട് കാണാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ കരഞ്ഞ് എത്ര വർഷങ്ങളാ നടന്നത്, എത്രയാ തൗബ ചെയ്തത്, ഭൂമിയിലൂടെ ദുആ ചെയ്ത് നടന്നത്. ഖുർആനല്ലേ പറഞ്ഞു തരുന്നത്. പടച്ചവനെ, ഞാൻ ളാലിമായി പോയി, വല്ലാത്ത അക്രമം ചെയ്തു പോയി. അല്ലാഹ്, നീ പുറത്തു വന്നില്ലെങ്കിൽ ഞാൻ വലിയ പരാജിതനായി പോകും. വഇല്ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിലുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്, പടച്ചോനെ പുറത്തരണേ അല്ലാഹ്, ഇന്നെ പരാജയപ്പെടുത്തല്ല അല്ലാഹ് എന്നുള്ള തേട്ട അതിൻ്റെ ഉള്ളിലുണ്ട്. പടച്ചോൻക്ക് തിരിയും. കുറേ
കുറേ ആർത്ത് കരയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് നല്ല മനസ്സ് തട്ടിയിട്ട് 2 വാക്ക് പറഞ്ഞാൽ തന്നെ പറയേണ്ട പോലെ പറഞ്ഞാൽ അത് മതി. അതല്ലേ വലിയ വലിയ ആൾക്കാർ നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെറിയ വാക്കിൽ ഒതുക്കും. നല്ല അർത്ഥവത്തായ വാക്കുകൊണ്ട് അവരെ ദുആ മതിയാക്കും. ഏറ്റവും വലിയ ദുആ അൽഹംദുലില്ലാഹ് എന്നല്ലേ? അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ലഅസീദന്നകും, അല്ലാഹു അതൊക്കെ നീക്കി തന്ന വലിയ വർധനവ് തരും. നമുക്ക് പറയാൻ കഴിഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവർ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്നി മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, അവിടുന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, ഉർകുദ് ബിരിജ്ലിക് ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. ഓ അയ്യൂബ് നബിയേ, കാലുകൊണ്ടൊന്ന് ഭൂമിയിൽ ചവിട്ടൂ, നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം തരാം, ചുടുവെള്ളവും തരാം. കുടിക്കാൻ പാകമായ അതിശക്തമായ തണുപ്പൊന്നുമില്ലാത്ത നല്ല വെള്ളമുണ്ട്. നിങ്ങളെ ശരീരത്തിലെ മുറിവ് മുഴുവനും ഉണങ്ങിത്തീരാൻ, പൂർണ്ണമായി ശിഫയാകാൻ ശിഫയുടെ വെള്ളമാണ് ഉയർന്നു പൊന്തിയിട്ടുള്ളത്. നിങ്ങൾ അതുകൊണ്ട് കുളിച്ചോ, കുടിച്ചോ. അതുകൊണ്ട് വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോൾ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും അങ്ങ് മാറിപ്പോയി. നാവിന് അപകടം വരുമെന്നുള്ള സൂചന എത്തുന്നത് വരെ പരാതിയില്ല. 13 വർഷമാണ്, അല്ല 8 വർഷമാണ് എന്നെല്ലാം മുഫസ്സിരീങ്ങൾ വിശദമായിട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഏതാകട്ടെ 8 കൊല്ലം 13 കൊല്ലൊക്കെ അങ്ങനെ മിണ്ടാതെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ്. എന്തേ നിങ്ങളൊന്നും അള്ളാഹുവിനോട് തേടാത്തത്? എനിക്ക് എത്രയാണ് റബ്ബ് നിഅമത്ത് തന്നത്, എത്ര വർഷമാ ഞാൻ അള്ളാഹുവിന് അനുഗ്രഹം അനുഭവിച്ചത്, അതേ കണക്കിന് ഞാൻ മുസീബത്ത് അനുഭവിക്കട്ടെ എന്നിട്ടല്ലേ പറയാൻ പറ്റൂ. എന്നല്ലാതെ ഇപ്പോഴേ ഞാൻ ഇങ്ങനെ ആർത്ത് കരഞ്ഞാൽ ഇതിന് അർത്ഥമില്ലല്ലോ എന്ന്. ഓരോരു മനസ്സോക്കിയാൻ എത്ര കാലായി ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങള്, അത്രയൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പൊ പ്രയാസമായിട്ട്. അത്രക്കാവട്ടെ, എന്നിട്ട് പറയാം. പറയാൻ്റെ സമയത്തിയപ്പോഴാ നാവോണ്ട് ദിക്റിനും മുടക്ക് വരും എന്ന് കണ്ടപ്പോഴാണ് എൻ്റെ ശുക്ർ, നാവോണ്ടുള്ള ശുക്റിന് മുടക്കം വരും, മറ്റേ അമലൊക്കെ ചെയ്യാൻ കഴിയും. പടച്ചോനെ, അതിന് തടസ്സം വരാൻ പാടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ വലിയ കാരുണ്യവാനാണ്. ഇത്രേ മഹാന്മാരെ വാക്കുള്ള മുഅ്മിനീങ്ങളെ, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അല്ലാഹ് പറഞ്ഞു അയ്യൂബ് നബിയെ കുറിച്ച്, വല്ലാത്ത അടിമയാ, നല്ല അച്ചടക്കമുള്ള അടിമയാ, വലിയ തൗബയുള്ള ഖേദിച്ചു മടങ്ങുന്ന അടിമയാണ്. അല്ലാഹ് എടുത്തു പറഞ്ഞു മഹാന്മാരെ കുറിച്ച്. അവരെ ഖൽബ് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറെ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ്. എന്തുണ്ടായാലും അൽഹംദുലില്ലാഹ്. എങ്ങനെ ഉണ്ടാജരെ? കട്ടപ്പുകയാണ് ഞങ്ങളുടെ നാട്ടിലെ വർത്താണ്, കട്ടപ്പുക. ഇവിടെ എന്താ പറയല്? ഒന്നും നോക്കണ്ട അല്ലേ? ബേജാറന്നപ്പ, തീരലില്ല, എപ്പോഴും പ്രയാസം. ഉസ്താദ് പറയണ്ട, എന്തെല്ലാം ചെയ്ത്, ഏതെല്ലാം മക്കാമില് പോയി, എത്ര സ്വലാത്ത്, എത്ര ദിക്ർ, എത്ര നേർച്ച, എന്നിട്ടെന്തേ ഒരു ഫലമില്ലാന്ന് എന്ന് പറയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ണിൻ്റെത് പോയപ്പോൾ, അല്ലെങ്കിൽ കാലിന് കുരു വന്നപ്പോൾ, മറ്റു മുറിവുകളും പ്രയാസം വന്നപ്പോൾ അതല്ലേ ആയിട്ടുള്ളൂ, ഇതായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് അൽഹംദുലില്ലാഹ് പറഞ്ഞ മഹാന്മാരെയാണ് ഞാൻ ഇവിടെ ഉദാഹരിച്ചത്. നമുക്ക് വലിയ പാഠമാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ. അതിനാ ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഇതെല്ലാം വലിയ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ജീവിതം അത്രമേൽ സംശുദ്ധമായിരുന്നു. അതിൻ്റെ മേലൊരു പരാതി പറയരുത് എന്ന് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ കുറിച്ച് കാണാൻ കഴിയല്ലോ. അള്ളാഹുവിന്റെ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അവിടുത്തെ സഹോദരി മുഖ എന്നാണ് അവിടുത്തെ പേരെന്ന് ഓർക്കുന്നു. അവര് വന്നിട്ട് വലിയൊരു മഹാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രോഗം വന്നിട്ട് അതിൻ്റെ പ്രയാസം കാരണം ഒരു വേദനയുടെ ഒരു പുളച്ചിലുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പുറപ്പെടുവിപ്പിച്ചാൽ അതൊരു ശിക്കായത്തായി മാറുമോ? രോഗം
വന്നിട്ടുണ്ടല്ലോ ഒരു പ്രയാസത്തിൻ്റെ സൗണ്ടേ, അതിങ്ങനെ പറഞ്ഞാൽ ഉണ്ടായിപ്പോയാലേ അത് അള്ളാഹുവിനോട് മാറുമോന്ന്. ഓ, ഇതാരിപ്പാ, ഇതാരാണ് സഹോദരി എന്ന് ഓര് തിരിച്ചു പോയപ്പോൾ ചോദിച്ചു എന്നാണ്. അപ്പൊ പറഞ്ഞു അത് ബിശ്റുൽ ഹാഫിയുടെ സഹോദരിയാണ് റളിയല്ലാഹു അൻഹു. ഓ, പിന്നൊന്നും പറയണ്ട, ഓറ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് ആലോചിക്കാനി. എത്ര വലിയ സൂക്ഷ്മതയാണവര്. റബ്ബിനോട് എൻ്റെ മനസ്സിൽ ഒരു പരാതിയുടെ ഒരു അണു അംശം പോലും ചിന്ത പോലും ഉണ്ടാകരുത് എന്ന വലിയ വാശിയാണ് അവരെ ഖൽബിലുള്ളത്. തഅല്ലുഖുൽ ഖൽബി ബിദിക്രിഹി തആല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയായി തീരണം. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അങ്ങനെയായി തീരണം. പരസ്യമായിട്ടെല്ലാം നല്ല മഹബത്തിന്റെ വർത്തമാനം വഅദ് പറയാനുണ്ട്. പക്ഷേ രഹസ്യം മോശമാണെങ്കിൽ അവന്റെ വാക്കിനെന്ത് വിലയാണ്. തഅസില്ലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലിഅംരി ഫിൽ ഖിയാസി ബദീഉ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, നീ അല്ലാഹുവിനെ എതിര് ചെയ്യുകയാണ്, നിന്റെ രഹസ്യ ജീവിതം വളരെ മോശമായിട്ടാണ്. നീ രാത്രി ഒന്ന് നിന്റെ റൂമിലേക്ക് കതകടച്ച് നിന്റെ കയ്യിൽ മൊബൈൽ ഫോണും എടുത്തിട്ട് നീ കാണുന്നത് വേണ്ടാത്തതാണ്, വൃത്തികേടാണ്. നീ ചാറ്റ് ചെയ്യുന്നത് അന്യ സ്ത്രീയോടാണ്, നേരം വെളുക്കുമ്പോഴും കൊഞ്ചിക്കുഴയാണ്, ഹറാമായ സംസാരമാണ്. അള്ളാഹുവിനെ പൊരുത്തമില്ലാത്തതിലൂടെയാണ് നിന്റെ രാവ് കടന്നു പോകുന്നത്. നേരം വെളുത്താൽ നീ നല്ല മാന്യനാ. തുൽഹിറു ഹുബ്ബഹു, നിന്റെ റബ്ബിനോടുള്ള മഹബത്ത് ഇങ്ങനെ പ്രകടമാക്കുന്ന വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്. മോനെ, ബുദ്ധി കൊണ്ട് ഇത് ഖിയാസാക്കാൻ വലിയ പ്രയാസമുണ്ടല്ലോ. ഇത് വലിയ ദൂരത്താണല്ലോ ഈ ഖിയാസ് കിടക്കുന്നത്, സാധ്യമാകുന്നില്ലല്ലോ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ ഹുബ്ബ് യഥാർത്ഥത്തിലാണെങ്കിൽ, സത്യസന്ധമായ ഹുബ്ബാണെങ്കിൽ നീ അവനെ ശരിക്ക് വഴിപ്പെടുന്നവനായി തീരുന്നതാണ്. അത് ഏത് വെളിച്ചത്തായാലും ഇരുട്ടിലായാലും ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും നീ ഏത് സാഹചര്യത്തിലായാലും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് നിനക്ക് മാറാൻ കഴിയൂല. അതാണ് യഥാർത്ഥ മുഹിബ്ബ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അല്ലാഹു നമ്മൾ അത്തരക്കാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുഹമ്മദിൻ സ്വലാത്തുല്ലാഹ് സലാം. ഉച്ചത്തിൽ വലിച്ചൊല്ലി അയാൾ കുറച്ചുകൂടി സൗണ്ട് കിട്ടാൻ സൗണ്ട്. പതിമക്ക പിറന്നോരേ, പരൻ തന്ന റസൂലോരേ, പരലോകദിനം വന്നാൽ പരിഹാരം തരുന്നോരേ. സ്വലാത്തുല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله. حبيب الله
ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂന്നെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയദ് വർണ്ണമദാം പിൻരണ്ടും അസ്വദുമാമേ നബിയൽ ഹുദാ യാ റസൂലസ്സലാം വയാ മുർസലാ റഹ്മതൽ ലില്ലനാം നബിയൽ ഹുദാ യാ റസൂലസ്സലാം വയാ മുർസലാ റഹ്മതൽ ലില്ലനാം അലൈക സ്വലാത്തു അലൈക സലാം عليك الصلاة عليك السلام وصحبك والتابعين الكرام وصحبك والتابعين الكرام نبي الهدى يا رسول السلام ويا مرسلا رحمة للنا. നല്ല ഉച്ചത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് ഈ മജ്ലിസിൻ്റെ ഏറ്റവും വലിയ കബൂലിയത്ത്. ഞാൻ പറയാൻ ആളൊന്നുമില്ല. ഈ മജ്ലിസിൽ ഇങ്ങനെ ദുആരിക്കുക, നിങ്ങൾ ആമീൻ കൊണ്ടത് വലിയ ഇജാബത്തുള്ളതായി തീരും. മുത്തുനബിൻ്റെ സ്വലാത്തും സലാമും മദ്ഹും ഇങ്ങനെ പറയുക, അത് വലിയ കബൂലിയത്തിന് കാരണമായി തീരും. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടുള്ള മലായികത്തുർ റഹ്മയുടെ സാന്നിധ്യമുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ. എന്തെല്ലാം മുറാദോടുകൂടെ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളാണ്, മുഅ്മിനാത്തുകളാണോ പടച്ചവനേ. ഹയാത്തുൽ ഔലിയാ മഹാനവറുകളുടെ ചാരത്ത് വന്ന് ദർഗാ ഷരീഫിൻ്റെ തിരുമുറ്റത്ത് ചെന്നിരുന്ന് ഞങ്ങളെ ഇൽമിൻ്റെ മജ്ലിസിലിരുന്ന് സ്വലാത്തു സലാം പറഞ്ഞ് മുത്തായ തങ്ങളെ ഓർത്തു ഞങ്ങൾ തേടുന്നു. ഈ പരിശുദ്ധ റജബിൽ ഞങ്ങളെ ഖൈറായ മുറാദെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ പറഞ്ഞു വന്നത്, അല്ലാഹുവിനോട് യഥാർത്ഥമായ മുഹബ്ബത്തുള്ളവനും മുതീആയി തീരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണ് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെടുന്നത്? വയഖ്ശല്ലാഹ്, നല്ല ഖുശൂഅോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നവനാരാണ്? നിസ്കാരത്തിൽ വേറെ ചിന്തയില്ല, ഖൽബ് മുഴുവനും അല്ലാഹുവിലേക്കാണ്. വയത്തഖിഹി, റബ്ബിനെ സൂക്ഷിച്ച് എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും ഏത് വിഷയത്തിലും അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. അവനാണ് വിജയിച്ചവൻ, അവർക്കാണ് രക്ഷയുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, സുബ്ഹാനഹു വ തആല പ്രായമുള്ള ഉപ്പയാണ് നല്ല ഉച്ചത്തിൽ ചൊല്ലിയത്. പുതിയ തലമുറ നമ്മളൊക്കെ മറന്നുപോയി അല്ലേ? പണ്ട് മിമ്പറിൽ നിന്ന് ഖതീബോർ ഖാലല്ലാഹു അസ്സ വജൽ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കലാമു റബ്ബിൽ ആലമീൻ എന്നൊക്കെ ഒന്നാം ഖുതുബന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ചെറുപ്പം തന്നെ കുറച്ചുകൂടി മുമ്പേ, ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ നല്ല ശബ്ദത്തിൽ പള്ളിയിൽ മൊത്തം കേൾക്കുമാറ് വിധത്തിൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് കേൾക്കാമായിരുന്നു. അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പം ഞാൻ എൻ്റെ പള്ളിയിലും ഇല്ല, ഈ പറയുന്ന എൻ്റെ പള്ളിയിലും നമ്മൾ ജോഹത്ത് പോകുന്നിടത്ത് നടപ്പിലാക്കാൻ കഴിയണില്ല. ഒരു 10 ആളോട് അന്ന് അടുത്ത ആൾ 10 ആൾ വേറെ കാര്യം ടൗണല്ലേ, അങ്ങനെ പോവുകയാണ്. നമ്മളതൊന്ന് സജീവാക്കണം മുഅ്മിനീങ്ങളെ. സ്വലാത്ത് നല്ല ഉഷാർ നമ്മൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്തെല്ലാം നമ്മൾ ഉഷാറുണ്ട് മാഷാ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലണം, ഉച്ചത്തിൽ ചൊല്ലണം, വലിയ കൂലിയാണ് അതിന്.
എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഉച്ചത്തിൽ പറയണ്ടേ അല്ലേ? ഒരു പടി മുമ്പിൽ എത്തണ്ടേ? അതല്ലേ നമ്മൾ പറയണത് സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുമ്പോൾ പടച്ചോനെ എന്ന് പറയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ജല്ല ജലാലുഹു അസ്സ വജൽ, ഇത് നമ്മൾ നല്ല ശബ്ദത്തിൽ ആവേശത്തിൽ പറയണം. ഒന്നൊന്ന് പറഞ്ഞു നോക്കിയേ, സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. എന്തൊരു നല്ല ദിക്റാന്നറിയോ? ഓ, ഒന്ന് നല്ല ശബ്ദത്തിൽ അല്ലാഹു ഉറപ്പാ നമ്മുടെ സദസ്സ് ഏറ്റെടുക്കും. ഖാലല്ലാഹു അസ്സ വജൽ. ഒന്നുകൂടി, ഖാലല്ലാഹു അസ്സ വജൽ. മുതഅല്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മളെ പള്ളി കുലുങ്ങണം. ഞാൻ എല്ലാവരും പരിചയപ്പെടാനും കൂടി സമയം കിട്ടിയില്ല കേട്ടോ, കുറച്ച് ലേറ്റായി പോയെങ്കിൽ അഫ്വാൻ. 8:30 കൃത്യമായി തുടങ്ങിയിട്ടുണ്ടല്ലേ? തുടങ്ങുന്ന നേരത്തെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അസറിൻ്റെ ശേഷത്തിൽ ഈ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മളത് ഏറ്റെടുക്കണം, ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ വലിയ കൂലിട്ടുന്നേ സുബ്ഹാൻ എന്ന ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റല്ലേ നമ്മൾ ചൊല്ലുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തല്ലേ. നമ്മൾ എവിടെ കേട്ടാലും അതങ്ങനെ തന്നെ ഉച്ചത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അതൊരു പഴമയുടെ സൗന്ദര്യമാണ്, അതങ്ങനെ നിലനിന്ന് കിട്ടണം. അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ വഴിപ്പെടുന്നവനായി തീരണം, മുത്തിയായി നമുക്ക് മാറണം. ചിലർ പറയാറുണ്ട്, ചേര തിന്നുന്ന നാട്ടിൽ നിന്നാൽ ചേരൻ്റെ നടുക്കണ്ടം തിന്നണമെന്ന്. അങ്ങനെ പറയണല്ലോ ഇവിടെ ഇല്ലല്ലോ? ചേര തിന്ന നാട്ടിൽ പോയാൽ ചേര തിന്നാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? തിന്നാതെക്കണം എന്നല്ലേ പറയേണ്ടത്? ആരാ പറഞ്ഞെന്നാവോ? നടുക്കണ്ടം തിന്നണമെന്ന് ആര് പറഞ്ഞു? ചേര തിന്ന നാട്ടിൽ പോയാൽ മുസ്ലിം അല്ലേ നമ്മൾ, തിന്നാതെക്കണം അങ്ങനെയല്ലേ പറയേണ്ടത്? അത് വേറെ ആരെങ്കിലും പറഞ്ഞതാവൂലേ? ഇപ്പോൾ തട്ടടുന്നതും മുഖം മറക്കുന്നതും അല്ലെങ്കിൽ അന്യപുരുഷന്മാർ ഇടകലരുന്ന വിഷയങ്ങളൊക്കെ ആലിമ്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷന് 6-ാം നൂറ്റാണ്ടിൻ്റെ വർത്താനം ഇപ്പോഴും പറയാം. മഹാനായ സുൽത്താനുൽ ഉലമ ഒന്ന് പറഞ്ഞപ്പോൾ വലിയ ചർച്ച. എത്ര കാലമായി പറയണത്? ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതാ. എത്ര കാലമായി സുന്നത്ത് ജമാഅത്തിന്റെ നിയമം, പരിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ നിയമം ആരെയും കൂസാതെ പറയുന്നു. അതങ്ങനെ തന്നെ ഇനിയും പറയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനെ കൊഞ്ഞനം കുത്തുന്ന ആൾക്കാരുണ്ടാകും, തമാശയാക്കി തള്ളുന്നവരുണ്ടാകും, ചിരിക്കുന്നവരുണ്ടാകും. മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് എന്നെ തട്ടൂടാതെ ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിലും ടി വിയിലും വന്നിട്ട് മുസ്ലിമിന് നേരെ പറയുന്നവരുണ്ടാകും. പേരൊക്കെ നല്ല മുസൽമാന്റെ പേരാണ്, മുസ്ലിമത്തിന്റെ പേരാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിനോട് കൂറുവേണം, അള്ളാഹുവിന്റെ ദീനിനോട് കൂറുവേണം. എന്നാലേ ആ നിയമത്തൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ, അതിനൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവൻ ഇതൊരു പഴഞ്ചനാണെന്ന് പറഞ്ഞേക്കാം. ഈ പറയുന്നവര് മുഴുവനും സ്പെഷ്യലായി കൊണ്ടുവന്ന പെണ്ണിന് വേറെ ബോഗി നൽകുന്നുണ്ട്, കമ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്, ടോയ്ലറ്റ് സ്പെഷ്യലാക്കുന്നുണ്ട്, വേറെ സംവരണം നൽകുന്നുണ്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വേറെ തന്നെ ഒരു സമിതി രൂപീകരിക്കുന്നുണ്ട്. എല്ലാ വിഷയത്തിലും സ്ത്രീകൾക്ക് വേറെ ഒരു സെപ്പറേറ്റ് നൽകുന്നുണ്ട്. പിന്നെന്തേ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് ഇടകലരാം? സമത്വമാണ്, എല്ലാവരും തുല്യരാണെങ്കിൽ ഒന്നാകങ്ങ് ഇറക്കിക്കൂടായിരുന്നോ? ട്രെയിനിൽ ഒരു പുരുഷന്മാർക്ക് മാത്രമായ ഒരു ബോഗിയില്ലല്ലോ, സ്ത്രീകൾക്ക് മാത്രമല്ലേ കമ്പാർട്ട്മെന്റ് ഉള്ളത്. ബസ്സിലാകട്ടെ പെണ്ണുങ്ങൾക്ക് വേറെയാണല്ലോ, പുരുഷന്മാർക്ക് വേറെയാണല്ലോ. ഒരു സങ്കലനം എവിടെയും അവർ കൊണ്ടുവന്നിട്ടില്ല. അതിലെ അപകടം അവർക്കറിയാം, അതിന്റെ പിന്നിലുണ്ടാകുന്ന ഭവിഷ്യത്തറിയാം, മുസീബത്തറിയാം. അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിലായാലും ലണ്ടനിലായാലും മക്കത്തായാലും മദീനയിലായാലും അതേ നമ്മുടെ സുള്ളിയയിലായാലും ഏത് നാട്ടിലായാലും കർണാടകയിലായാലും കേരളത്തിലായാലും ഉപ്പിനങ്ങാടിയിലായാലും നിയമത്തിനു മാറ്റമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ഒരു കാലത്തും പഴഞ്ചനാകാനുള്ളതല്ല, ആക്കാനുള്ളതല്ല. അത് മാറ്റം തിരുത്തലുകൾക്ക് വിധേയമല്ല. അങ്ങനെ മുത്തിയായി മാറണം ഉമ്മമാരെ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് എല്ലാരും അങ്ങനല്ലേ ഉസ്താദേ, ഇന്ന് കല്യാണപ്പുരയിലൊക്കെ അങ്ങനല്ലേ, പിന്നെ നമ്മളായിട്ട് എന്തിനാണ്?
കാലൊക്കെ മാറിയില്ലേ, ജനങ്ങള് മാറിയില്ലേ? ഇന്നിപ്പം മ്യൂസിക് ഇല്ലാതെ പറ്റുമോ ഉസ്താദേ? അങ്ങനെയല്ലാതെ ഒരു മംഗലപ്പുറയില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളും നമ്മുടെ വീടകങ്ങളിലും മ്യൂസിക് കയറ്റിയാൽ, സിനിമ വന്നാൽ, മക്കളെ തലയിൽ നിന്ന് തട്ടം താന്നുപോയാൽ, അന്യ പുരുഷനോടുള്ള ഹിജാബ് നീക്കിയാൽ എങ്ങനെയാ ഉമ്മ നമ്മൾ മുത്തിയാകല്? നമ്മൾ പരസ്യമായിട്ട് തന്നെ മോശമായി പോയല്ലോ. ഈമാനോടുകൂടെ അടിയുറച്ചു നിന്നോ. ഇതല്ലാത്ത ഒരു ലൈഫുണ്ടല്ലോ. നാളെ അള്ളാന്റെ കോടതിയിലെത്തണമല്ലോ, കൊതെത്തണമല്ലോ. അവിടെ മറുപടി പറയണ്ടേ? അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്? അവിടെയല്ലേ ഫാത്തിമ ഉമ്മന്റെ കൂടെ കയറി ചെല്ലേണ്ടത്? നല്ല ബോധത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിലെ നിയമത്തിനനുസരിച്ചല്ല, ദീനിന്റെ നിയമത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം മഹാന്മാര് പറയുന്നുണ്ട്, വത്തനഅമു ബിമുനാജാതിഹി തആല. മഹബ്ബത്തിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹുബ്ബുണ്ട് എന്നതിന്റെ അടയാളമാണ് അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നത്. അത് വലിയ സുഖമായി റാഹത്തായി അവൻക്ക് തോന്നുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഹുബ്ബിന്റെ അടയാളം അങ്ങനെയാണ്. അവരുടെ ആന്തരികമായ സുഖമാണ് അവർക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് മുഹമ്മദുൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിൽ വലിയ ഇഷ്ടമാണ്. ഹുബ്ബിബ ഇലൈക്കും ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. എനിക്ക് ഇഷ്ടമാക്കപ്പെട്ടു. ഹുബ്ബിബ എന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം വന്ന്. എന്തൊക്കെയാണ്? രണ്ട് കാര്യമുണ്ട്. അതിൽ ഒന്ന് ത്വയ്ബാണ്, അത്തർ വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തത് നിസാ ആണ്, പെണ്ണുങ്ങളെ, ഭാര്യമാരെ വലിയ മഹബത്താണ്. സ്ത്രീകളെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലുള്ള സന്ദേശം എത്ര പ്രസക്തമാണ്. ഇന്നും അത് വലിയ പ്രസക്താണ്. ഇസ്ലാം സ്ത്രീകളെ അടിച്ചൊതുക്കാണ്, സ്വാതന്ത്ര്യമില്ലാതെ അടച്ചൊതുക്കാണ്, പർദ്ദക്കുള്ളിൽ തളച്ചിടാണ്, വീട്ടിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിന്റെ പവർ എത്രയാണെന്ന് ഇസ്ലാം നൽകിയതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എത്ര വലിയ സ്ഥാനമാണ് പെണ്ണിന് അല്ലാഹ് നൽകിയത്. അല്ലാഹു തആല അനന്തര സ്വത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പരിചയപ്പെടുത്തിയത്. കുഴിച്ചു മൂടിയിരുന്നു. ജനിച്ചത് പെണ്ണാണെങ്കിൽ അത്രമേൽ മോശമായി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് വലിയ മഹബത്താണ് എൻ്റെ പെണ്ണുങ്ങളോട്, ഭാര്യമാരോട്. പെണ്ണുങ്ങളോട് നിങ്ങൾ നല്ല നിലക്ക് നിൽക്കണേ. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങൾ വെച്ച് ഏറ്റവും മാന്യൻ, ഏറ്റവും നല്ല ആള്, കുടുംബത്തോട് നല്ല പോലത്തിൽ പെരുമാറുന്നവനാണ്. നിങ്ങളെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുന്നവൻ ആരാ ഈ കൂട്ടത്തിലുള്ളത്? അവനാണ് ഏറ്റവും വലിയ ഖൈറായവൻ. വയലു പറയുന്നോണ് നാട്ടിലെ ഉസ്താദ്, ഖാദിയാര്, സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനൊന്നുമില്ല. നിങ്ങൾ വെച്ച് ഏറ്റവും ഖൈറാരാന്നറിയോ? നിങ്ങളെ കുടുംബത്തിൽ ഏറ്റവും നല്ല കോലത്തിൽ പെരുമാറുന്ന ആള്. അവരോട് ചൂടാകുക, കയർത്ത് സംസാരിക്കുക. എപ്പോ കണ്ടാലും ഒരു ചുണ്ടി, എപ്പോഴും എടുത്ത് ചാട്ട, കുറ്റപ്പെടുത്തല്, പ്രയാസപ്പെടുത്തല്. എങ്ങനെ തന്നെ ജീവിതം. വീട്ടിലൊരു സ്വൈര്യമില്ല. ഇയാൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഒരു സങ്കടമാണ്, ഒരു വലിയ റാഹത്തില്ല. മൂപ്പര് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പോഴാ തമാശ പറയല്, ഒന്ന് കൂടിയിരിക്കല്, സംസാരിക്കല്. പാപ്പ വന്ന പുലിയൻ, ആരോടും മുണ്ടൂല. ഹോ ഭയങ്കരം. അങ്ങനൊന്നും ആവേണ്ടത്. അള്ളാന്റെ ഹബീബ് അങ്ങനെയല്ലല്ലോ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അസറിന് ശേഷം മുത്തുനബി വരും. എത്ര തിരക്കുള്ള നേതാവ്. എല്ലാ ഭാര്യമാരും അവിടത്തേക്ക് വരും. അന്ന് ഏത് ഭാര്യൻ്റെ വീട്ടിലാണ് അവിടെ വന്നിരിക്കും. മുത്തുനബീൻ്റെ അടുക്കൽ എല്ലാ ഭാര്യമാരും വരും. സംസാരത്തിലാണ്, വർത്തമാനങ്ങൾ ചോദിച്ചറിയാൻ, കുശലാന്വേഷണങ്ങൾ പറയാൻ, തമാശ പറയുന്നുണ്ട്. അവരോട് മാത്സര്യ ബുദ്ധിയോടെ മത്സരങ്ങൾ ചിലതൊക്കെ നടക്കുന്നുണ്ട്.
ഇങ്ങനെ എന്തൊരു ജോലിയായിട്ട് മുത്തുനബി അവരോട് പ്രവർത്തിച്ചത്. അങ്ങനെ നിൽക്കുമ്പോഴേ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് തരുള്ളൂ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഏറ്റവും ഖൈറായവരെ നമുക്ക് ആയി കിട്ടാൻ കഴിയണം, ഏറ്റവും ഖൈറായവരായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് പെണ്ണുങ്ങള്, അതുപോലെ തന്നെ ത്വയ്ബ്. ഇത് രണ്ടും എനിക്ക് ദുന്യാവിൽ ഇഷ്ടമാക്കപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഒന്ന് സ്പെഷ്യൽ ചെയ്ത് പറയാണ്. മൂന്നാമത്തതിന് അതിൻ്റെ കൂടെ എണ്ണാതെ ശ്രദ്ധിക്കണേ. വഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കാരത്തിൽ വല്ലാത്ത സന്തോഷമാണ്. നിസ്കാരം എൻ്റെ വലിയ ആനന്ദമാണ്. അത് ആത്മാവിന് വലിയ സുഖം നൽകുന്നതാണ്. ആന്തരികമായ സൗഖ്യം എനിക്ക് ലഭിക്കുന്നത് അത് നിസ്കാരത്തിലൂടെയാണ്. മറ്റത് രണ്ടുമോ അത് ബാഹ്യമായ സന്തോഷങ്ങളാണ്. അത്ര തേക്കുമ്പോൾ എൻ്റെ മൂക്കൊണ്ട് മണക്കാൻ നല്ല സന്തോഷമുണ്ട്, സുഖമുണ്ട്, നല്ല റാഹത്തുണ്ട്, മറ്റുള്ളവർക്കും നല്ലത് പരത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ നിസ്കാരം അങ്ങനെയല്ല. എൻ്റെ സ്ത്രീകളോട്, എൻ്റെ ഭാര്യമാരോടുള്ള സൗകര്യങ്ങളാകട്ടെ, സുഖമെടുക്കലാകട്ടെ, അതെല്ലാം ശരീരത്തിൻ്റെ പ്രത്യേക അവയവങ്ങളിലൂടെ മാത്രം ഒതുങ്ങുന്നതാണ്. ആന്തരികമായ സുഖമല്ല, അതെൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യമായ സുഖമാണ്. പക്ഷേ സ്പെഷ്യലാക്കി പറയട്ടെ സ്വഹാബ, വഖുറത്തു ഐനി ഫിസ്സലാ, എൻ്റെ നിസ്കാരത്തിലേക്ക് ഞാനൊന്ന് കൈകെട്ടി നിന്നാൽ, ഒന്ന് ഒരുങ്ങിയിറങ്ങിയ പിന്നെ എനിക്ക് വേറെ ചിന്തയില്ല. അതിലാണ് എൻ്റെ ആത്മീയമായ സുഖം, എൻ്റെ ആന്തരികമായ സുഖം. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖിന്റെ നിസ്കാരം നമുക്കറിയാം. അവിടുന്ന് രാത്രി മുഴുവനും ഏറെ നിന്ന് നിസ്കരിച്ചവരല്ലേ. രാത്രിയുടെ മുഴുവൻ സമയമെന്ന് പറയത്തക്ക വിധത്തിൽ പകുതിയും പിന്നിട്ട് മുത്തായ തങ്ങൾ നിന്ന് നിസ്കരിച്ച് കാല് വീർത്തവരല്ലേ. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورميت المولاي. ഇമാം ബൂസൈരി തങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ അവിടുത്തെ രാത്രി എങ്ങനെയാണ് അല്ലേ. ഇരുട്ടിനെ ഒക്കെ നല്ല പകലാക്കി ജീവിപ്പിച്ചവരായിരുന്നല്ലോ. അവിടുത്തെ കാല് തടിച്ചല്ല, വീർത്തല്ല, നീര് വന്നല്ലോ. എത്ര മേലാണ് കഷ്ടപ്പെട്ടത്. ഒന്നാമത്തെ റക്അത്തിൽ തന്നെ എത്രയാ ഖുർആൻ ഓതുന്നത്. അവർക്ക് മടി വരുന്നില്ല, മടുപ്പ് വരുന്നില്ല. കാരണം മഹാന്മാര് പറഞ്ഞു വെച്ചതുപോലെ അവർ അല്ലാഹുവിനോടാണ് മുനാജാത്ത് നടത്തുന്നത്. അല്ലാഹുവേ ലിൽ മുസല്ലി സലാസു ഖിസാൽ, മുസല്ലിങ്ങൾക്ക് 3 വലിയ കാര്യങ്ങളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിസ്കാരത്തിന് നിന്നാൽ വലിയ ഗുണം അവൻക്ക് നൽകുകയാണ്. അല്ലാഹുവിൻ്റെ മലായികത്ത് അവൻക്ക് വേണ്ടി തണല് വിരിക്കുകയാ. മൂന്നാമത്തത് മലക്കു യുനാദി, ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് നിസ്കരിക്കുന്നവനോട്, അയ്യുഹൽ മുസല്ലി ലൗ തഅലമു മിൻ തുനാജി മൻ ഫതലത്, നീ ആരോടാണ് മുനാജാത്ത് നടത്തുന്നത്, ആരോടാണ് നീ സംസാരിക്കുന്നതെന്നൊന്നറിഞ്ഞാൽ, നീ ഒന്ന് ചിന്തിച്ചാൽ മോനെ നിനക്ക് മടി വരൂല. ഒരിക്കലും മടി വരൂല. നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്ക് മടി തന്നെ വരൂല. നമ്മളെ കൽബിൽ അങ്ങനത്തെ ഒരു ചിന്ത വരാത്തതുകൊണ്ടേയിരിക്കും. ആരോടാണ് നമ്മൾ മിണ്ടുന്നത്,
ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ബോധമില്ലാത്തോണ്ടേക്കും നമ്മളെ ചിന്ത ഇവിടെ എല്ലോ പോവാണല്ലോ, പലതും ഓർമ്മ വരികയാണല്ലോ അല്ലേ. നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും മംഗൽപരയിലും എല്ലാം നമ്മളെ ചിന്ത കടന്നു പോകുന്നത് ആരെ മുമ്പിലാണെന്ന് ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ. അയ്യുഹൽ മുസല്ലി, ഓ നിസ്കരിക്കുന്ന ചങ്ങായി, നീ ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മലക്ക് വിളിച്ചു പറയും അത്രേ, നമ്മൾ കേൾക്കണില്ല എന്ന് മാത്രം. എന്താ ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ, നിന്റെ മുമ്പിൽ അള്ളയുണ്ട്, അള്ള നിന്നെ കാണുന്നുണ്ട്. ഈ നല്ല ചിന്തയോടുകൂടെ നീ അള്ളാഹിന്റെ മുമ്പിൽ കൈകെട്ടലാണല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മുനാജാത്തിൽ വലിയ സന്തോഷം, സുഖം അതുണ്ടാകലാണ് ഏറ്റവും വലിയ മഹബത്തിന്റെ മറ്റൊരു അടയാളം. ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന വ അഹ്ലുൻ നാരിൻ നാർ, സ്വർഗക്കാര് സ്വർഗത്തിലേക്കും നരകക്കാര് നരകത്തിലേക്കും കടന്നാൽ നാദാ മുനാദീൻ, വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുമത്രേ, യാ അഹ്ലൽ ജന്ന ഇന്ന ലക്കും ഇൻദല്ലാഹി മൗഇദൻ യുരീദു അൻ യുൻജിസകുമൂ. അല്ലാഹുവിൻ്റെ അടിമകളെ, സ്വർഗക്കാരെ, നിങ്ങളോട് അള്ള ചെയ്ത ഒരു കരാറുണ്ടല്ലോ. എന്തിനാ നിങ്ങളുടെ മുഖം ഇങ്ങനെ വെളുത്തത്? എന്തേ നിങ്ങൾ ഇങ്ങനെ മുഖം വെളുത്തതെന്നൊരാശങ്ക ഉണ്ടോ? നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്? നിങ്ങളെ മീസാൻ എന്തേ ഇത്ര വലിയ തുലാസിൽ കനം തൂങ്ങിയത്? തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ തട്ടിന് ഭാരം കൂടിയത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞു വന്നില്ലേ? സന്തോഷമല്ലേ? നിങ്ങൾക്കിതാ ഒരു സന്തോഷം കൂടി തരുന്നു. ഫയുക്ഷിഫു ലഹുമുൽ ഹിജാബ്, അല്ലാഹു അവന്റെയും അടിമകളുടെയും ഇടയിലുള്ള മറയ നീക്കിക്കളയുന്നു. അല്ലാഹുവിനെ കാണാനുള്ള അവസരം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് നിസ്കാരക്കാർക്ക് ലഭിക്കുന്ന വലിയൊരു ഫضലാണ്. നിസ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുതേ. എൻ്റെ ചെറുപ്പക്കാരെ, ഏതൊരു ടൂറിലായാലും യാത്രയിലായാലും ഏത് കല്യാണത്തിലായാലും ഏത് സൽക്കാരത്തിലായാലും, ഓ എൻ്റെ ഉമ്മമാരെ, അള്ളാഹുവിനോട് ചെയ്യേണ്ട ശാരീരികമായ വലിയ കടപ്പാട്, അത് നിസ്കാരം, അത് നിർവഹിക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കല്ലേ. അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബേ, നിന്റെ മുമ്പിലാ ഞാനിതാ മുന്നിട്ടിരിക്കുന്നെന്ന് പറയുന്ന വർത്തമാനം എന്തൊരു നല്ല പ്രതിജ്ഞയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഫാത്തിഹ ഓതുകയാണല്ലോ, നീ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണല്ലോ. ഹംദ് പറയുമ്പോ, നീ സൂറത്തുൽ ഫാത്തിഹയിലെ ഹംദ് പറയുമ്പോ, ആ ഹംദ് കേട്ടിട്ട് അല്ല പറയുമത്രേ മലക്കുകളോട്, ഹമിദനി അബ്ദീ, എൻ്റെ അടിമ കണ്ടില്ലേ? മലായിക എന്നെ സ്തുതിക്കുന്നത് കണ്ടില്ലേ? അർ-റഹ്മാനിർ റഹീം, രണ്ടാമത്തെ ആയത്ത് റഹ്മാനിർ റഹീം എന്നുള്ള റബ്ബിന്റെ വലിയ പവറുള്ള പേര്. അത് നീ ഇങ്ങനെ ഉച്ചരിക്കുമ്പോ അല്ല പറയും, മസ്നാ അലയ്യ അബ്ദീ, എൻ്റെ അടിമ കണ്ടില്ലേ എന്നെ പുകഴ്ത്തുന്നത്? മലക്കുകളെ, ഇവരെന്തിനാ പടക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ച സമയമില്ലേ? കണ്ടോ എൻ്റെ അടിമയെ? പള്ളിയിലേക്ക് സുബഹിക്ക് നടന്നു വന്ന് തണുപ്പ് വകവെക്കാതെ അള്ളാന്റെ പള്ളിയിൽ വന്നിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് അവര് റബ്ബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, എന്നെ സ്തുതിക്കുന്നു, എന്നെ സനാഹ് ചെയ്യുന്നു, വല്ലാതെ മദ്ഹ് ചെയ്യുന്നു. മാലിക് യൗമിദ്ദീൻ,
അല്ലാഹു പറയും മജ്ജദനി അബ്ദീ, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തുന്നു, എന്നെ സമ്മതിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹു പറയുന്നു ഹാദാ ബൈനി വ ബൈന അബ്ദീ, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ്. എല്ലാ മറകളും നീങ്ങിപ്പോയി, മുമ്പിലുള്ള ആളോട് പറയും പോലെയുള്ള വർത്തമാനമായി പോയി. ഇയ്യാക എന്നുള്ള പദം അങ്ങനെയാണ് അറബിയില്, നേരെ ഖിതാബിടുന്ന വാക്കാണ്, വളരെ അടുത്തവരോട് പറയും പോലെയാണ്. അല്ലാഹു പറയാണ് ഞാനും എൻ്റെ അടിമയും അടുത്തുപോയി. മലായിക വലഅബ്ദീ മാ സുഇൽ, എൻ്റെ അടിമ എന്തൊന്നാണോ ചോദിക്കുന്നത് ഞാനത് എൻ്റെ അടിമക്ക് നൽകുന്നതാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് ചോദ്യമാണ്. ഇനി എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരെന്നെ തഅലീമുൽ മസ്അല എന്നില്ലേ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് എന്നല്ലേ അർത്ഥമുള്ളത്. എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? ഹംദ് കൊണ്ട് തുടങ്ങണേ, അല്ലാഹുവിൻ്റെ പേരുച്ചരിക്കണേ, അവനെ സ്തുതിക്കണേ, എന്നിട്ട് ദുആ ചെയ്തോ. ഏറ്റവും മഹത്വമായ പവറുള്ള ഏറ്റവും ആവശ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നേരായ വഴിയെ തൊട്ട് ഞങ്ങളെ തെറ്റിക്കല്ലേ അല്ലാഹ്. പിഴച്ചുപോയ എത്ര ആളുകളാ, എത്ര ത്വരീഖത്ത് കള്ളത്വരീഖത്തിൽ കടന്നവരാ, എത്ര ആലിമീങ്ങളെ തള്ളിപ്പറയുന്നവരാ, അവരെ പഠിപ്പിച്ച ഉസ്താദുമാരെ വരെ തള്ളിപ്പറയുന്നവര്, മൈക്ക കെട്ടി ചീത്ത പറയുന്നവര്, ആലിമീങ്ങളെ കൊച്ചാക്കുന്നവര്. പടച്ചോനെ പിഴപ്പിക്കല്ലേ അല്ലാഹ്. ഇൽമുണ്ടായിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടണ്ടേ മുഅ്മിനേ? അദബില്ലല്ലോ, അദബ് നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയല്ലേ മൽഊനായത്, അങ്ങനെയല്ലേ റജീമായത്. നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാനുള്ളവരായി അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ ഈമാനിലായി ഞങ്ങളെ ജീവിപ്പിച്ച് ഈമാനോടെ തന്നെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ അല്ലാഹ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ. കള്ളന്മാര് വന്നത് മുഴുവനും അന്നത്തെ ആലിമീങ്ങളെ പച്ചക്ക് തെറി പറയലാണ് ഒരു സ്വഭാവം. അന്നത്തെ അള്ളാഹുവിനെ മനസ്സിലാക്കിയ, ഒരുപാട് വലിയ സേവനം ദീനിനു വേണ്ടി സേവനം ചെയ്ത ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്ത പണ്ഡിതന്മാരെ അവര് തെറി പറയും. അതവരുടെ വലിയ അലാമത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവര്, വലിയ ചിന്തയിൽ ദ്വാരക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിൻ്റെ സുഖാനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കൈകെട്ടിയിട്ട് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത ഇതാണ്: പടച്ചോനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്തൊരു വലിയ അർത്ഥമാണ്, എന്തൊരു വിശാലമായ അർത്ഥമാണ്. ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിക്കണം. ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചിട്ട് നമ്മൾ ഓതണം. ഫാത്തിഹൻ്റെ അർത്ഥമെങ്കിലും നമുക്കറിയാതെക്കാൻ പാടില്ല, അതെന്തായാലും പഠിക്കണം. ഉസ്താദുമാരോട് ചോദിച്ചോളി, സിമ്പിളായ അർത്ഥമല്ലേ, അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫാത്തിഹ ഓതി നോക്കി, വേറെ എവിടേക്കും പോകില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെക്കുറിച്ച് ഇങ്ങനെ സന്തോഷം പറയുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇനി ഫാത്തിഹ ഓതുമ്പോൾ എത്ര സന്തോഷമുള്ള കാര്യക്കാരല്ലേ. അപ്പൊ മഹബ്ബത്തിന്റെ അടയാളമാണിത്. ഏത് പ്രതിസന്ധിയിലും നിസ്കാരത്തെ വലിയ രക്ഷയായി കണ്ടവരല്ലേ മഹാന്മാർ. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിലാണ്, തൂക്കുകയറ് മുമ്പിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ തൂക്കിക്കളയും. ഹുബൈബ് അവസാനത്തെ പൂതി എന്താണ്, അവസാനത്തെ ആഗ്രഹം എന്താണ്? ഞാൻ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഓളെയും ഉമ്മാനൊന്ന് കണ്ടുവരട്ടെ എന്നല്ല, എനിക്ക് അവസാനമായി എൻ്റെ റബ്ബിനോടൊന്ന് അടക്കം പറയണം, എൻ്റെ റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്തണം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് റബ്ബിൻ്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ വീണം. അതൊരു ചുംബനമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്.
ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്നത് അവൻ സുജൂദിലാകുമ്പെന്നല്ലേ? ഈ അവസാന സമയത്ത് ഈ ഹുബൈബ് തെരഞ്ഞെടുക്കുന്നത് റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനാണ്. അതിലേറെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി, അതിലെ വലിയൊരു സെലക്ഷൻ എനിക്ക് വേറെ ഇല്ല. നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുകയാണ് ഈ സമയത്തെ. ആലോചിച്ച് നോക്കിയാ നിങ്ങള്, അള്ളാഹുവിന്റെ മുമ്പില് അതേ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ അവസരം മുതലെടുത്തിട്ട് കൈകെട്ടി നിസ്കരിക്കുകയാണ്. വേഗം നിസ്കാരം തീർത്തുപോയി. നിങ്ങൾ ഞാൻ താമസിച്ച് നിസ്കരിച്ചിട്ട് സ്ലോവലി നിസ്കരിച്ചാലേ ഹുബൈബിന് മരണം പേടിയാണെന്ന് കരുതണ്ട. എനിക്ക് മരണത്തെ പേടിയല്ല, നിസ്കരിച്ചിട്ട് പൂതി കെട്ടത് കൊണ്ടല്ല. ഓ എൻ്റെ മുഅ്മിനേ, ഖുർആനിന്റെ ആയത്തല്ലേ വസ്ജുദ് വഖ്തരിബ് എന്നുള്ളത്. സുജൂദ് ചെയ്ത് റബ്ബിലേക്ക് അടുത്തോ. അവസാന സമയം ഞാൻ എൻ്റെ റബ്ബിനെ സെലക്ട് ചെയ്യുകയാണ്. അല്ലാഹു വറസൂലുഹു, അള്ളാഹുവിന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യണം. എൻ്റെ ഹബീബിലേക്കൊന്ന് സലാം പറയണേ. മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, തങ്ങൾക്ക് വേണ്ടി ഇതായ ഹുബൈബ് കഴുത്തിൽ കയറ് മുറുക്കുന്നു, മുറുക്കപ്പെടുന്നു. ഈ സ്ഥാനത്ത് നിന്റെ നേതാവ് മുഹമ്മദാണെന്നൊന്ന് പറഞ്ഞാൽ മതി, തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാമെന്നല്ലേ കുഫാറിന്റെ വാദോ? വേണ്ട വേണ്ട, എൻ്റെ ഹബീബിനെ അന്ന് അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് മനസ്സില്ല. നബിയേ സലാം, നബിയേ സലാം, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും. കുറേ ഇരുന്നിട്ട് ക്ഷീണിച്ചോ? മടുത്തോയോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ല ഒരു 10 സെക്കൻഡ് ഒന്ന് എണീറ്റിക്കോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് നടുവൊക്കെ നിർത്തി എന്നിട്ട് ജാനബിയിൽ നല്ല ഉഷാറില്ല. മുഖം കണ്ടിട്ട് ഇങ്ങനെ ഒരു ക്ഷീണം, ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് 25 മിനിറ്റ്. ബുദ്ധിമുട്ടാവോ? ഞാൻ 11 മണിക്ക് നിർത്തി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബീനൊന്ന് കൽബിൽ കണ്ടിട്ട് നല്ല ഉഷാറില്ല. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം, نتواصل بالحبابة والبتول المستطابة والنبي ثم الصحابة فعسى دعوى مجابة صلى الله على محمد صلى الله على محمد صلى الله عليه وسلم روضة الهادي نبينا هيئت للمتقين كل من قالوا رضينا بالحبيب مولاي محمد صلى الله على الله صلى الله على محمد يا ربي صلي
വസല്ലിം. സയ്യിദവറുകൾ വരാറായിട്ടുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലുള്ള മുഅ്മിനീങ്ങളും മുത്തുമുഅ്മിനീങ്ങളൊന്നും ഇങ്ങോട്ട് വരും മുന്നിൽ. നിങ്ങളെ കാണുന്നില്ല, കുറേ ദൂരമായി. തങ്ങൾ വരുമ്പോൾ ഇവിടെ നല്ല സന്തോഷമാകും. മുന്നിൽ അവർ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തങ്ങ വലിയ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, നല്ല കാരണന്മാർ. നിങ്ങളെ മുഖം ശരിക്കും കാണുന്നില്ല. ഒന്നുകൾ കാണാൻ ഈ മുന്നിക്ക് വന്നാൽ വലിയ റാഹത്താവും. നിങ്ങൾ പോരി, മടിക്കണ്ടെന്ന്. ബിസ്മില്ല, മുന്തി. ആ ഒന്നുകൂടി ഈ മുമ്പിലെ കസേര ഒന്ന് ഫില്ലാക്കിയാൽ ഏതായാലും നിന്നില്ലേ, അവർക്ക് ബാക്കൊക്കെ വരാൻ സൗകര്യം കൊടുത്താൽ. ഇൻഷാ അല്ലാഹ് ഇരിക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ഇത് നിസ്കാരത്തിൻ്റെ വാർഷികത്തിൻ്റെ മാസം കൂടിയാണ്. അതുകൊണ്ടുകൂടി ഇതിലൂടെ ഒന്ന് കടന്നു വന്നത്. പരിശുദ്ധമായ റജബ് 27-ാം രാവ് കടന്നു വരികയാണ്. ഇവിടെ തിങ്കളസ്തമിച്ച രാത്രി തന്നെയല്ലേ, തിങ്കളസ്തമിച്ച രാത്രിയാണല്ലോ 27-ാം രാവ്. അൽഹംദുലില്ലാഹ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏറെ സന്തോഷിപ്പിച്ച ഒരു ഘട്ടമാണല്ലോ ഇസ്രാ മിഅ്റാജ് യാത്രയിലൂടെ. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. എപ്പോഴും അതൊക്കെ നമ്മൾ കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ച സമയം നമ്മളും വലിയ ഇബാദത്തിലായി സന്തോഷത്തിലാണ്. എല്ലാവരും ചൊവ്വാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കുക. സുന്നത്തായ നോമ്പ്, തിങ്കൾ നോമ്പെടുക്കാൻ കഴിയുമോ അത് നോമ്പനുഷ്ഠിക്കുക. ഏതെല്ലാം സുന്നത്തായ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിനെ റബ്ബിലേക്ക് അല്ലാഹ് അടുപ്പിച്ചതാണ്. മഹബ്ബത്ത് കൊണ്ട് അങ്ങ് ചേർത്തി വിളിച്ചതാണ്. തങ്ങളെ വിഷമിക്കല്ല തങ്ങളെ. ഖദീജ ബീവി പോയപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അബീ ത്വാലിബ് പിരിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് ചിന്തയുണ്ടോ? നിങ്ങൾ ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ആളുകൾ എറിഞ്ഞപ്പോ തങ്ങൾ ഇല്ലാതായി. ഒന്നുമല്ല, ഇനി ആരുമില്ല എനിക്ക് എന്ന് തോന്നുന്നുണ്ടോ നബിയേ? വിഷമിക്കല്ലേ, തങ്ങളല്ല കൈവിടൂല്ല. അതാണ് ഈ കൊണ്ടുപോകലിന്റെ രഹസ്യം, അതാണ് ഈ ചേർത്ത് വെക്കലിന്റെ രഹസ്യം. ആർക്കാ മുഅ്മിനെ അങ്ങനെ ഒന്ന് കിട്ടിയത്? ഏതൊരു അടിമക്കാ അല്ലാഹു ഈ ദുനിയാവിലെ അവസരം നൽകിയത്? അല്ലാഹുവിന്റെ റസൂലിനല്ലാതെ വേറൊരാൾക്കും ലഭിച്ചില്ലല്ലോ. മൂസാ നബി കൊതിച്ചതാ, അല്ലാഹുവിനെ ഒന്ന് കാണാനുള്ള ചാൻസ് ചോദിച്ചതാ. പറ്റില്ല മൂസ, എന്നാലും റബ്ബേ അല്ലാഹ് കാണണമെങ്കിൽ എന്നാ കയറിക്കോ എന്നാണ്. മലമുകളിൽ കയറിയതാണ്. ചെറിയ ഒരു പ്രകാശത്തിന്റെ ഒരു അംശം കാണിച്ചപ്പോഴേക്ക് ഫഖറ മൂസാ സ്വഇഖാ, മൂസാ നബിയാ ബോധം കെട്ട് വീണത്. താങ്ങാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ നൂറാനിയത്ത് കാണാൻ, ആ റബ്ബിലേക്ക് അടുക്കാൻ ഒരേ ഒരാൾക്കേ കഴിഞ്ഞുള്ളൂ. അത് ലോകൈക ഗുരു നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീൻ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ الخلق كلهم محبوب رام نبي الله محمود عرش الملا ماسم رجب شهر الله معراج لاي نور الله. അൽഹംദുലില്ലാഹ്, സയ്യിദ് വർകളെത്തി. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബിൻ്റെ പൊരുത്തത്തിലായി നീട്ടി നൽകുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകാനും അവരുടെ കീഴിൽ നമുക്ക് അണിനിരക്കാനൊക്കെ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു കൊണ്ടുപോയതാണ്. ഈ പരിശുദ്ധമായ മാസത്തിലാണ് അള്ളാഹു ഏറെ അജബ് നിറഞ്ഞ നാട്ടിലൂടെ അജബേറെ
തിങ്ങിയ രാവിൽ അലങ്കാരമേറി സമായിൽ അഹദിൻ വിരുന്നത് ജോറായി അംലാക്കിലന്ന് സുറൂറായി അംലാക്കിലന്ന് സുറൂറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിലേക്ക് കൊണ്ടുപോയതാണ്, അടുപ്പിച്ചതാണ്. ഇങ്ങോട്ട് അടുക്ക് നിൽക്കി നബിയേ. എന്തൊരടുപ്പാണ്! അങ്ങനെ അടുക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഖാബ ഖൗസൈൻ ഔ അദ്നാ, അമ്പും വില്ലും അടുക്കും പോലെ അല്ല, അതിനേക്കാൾ അടുപ്പം. എന്തൊരു ബന്ധാണിത്, എന്തൊരു അടയാളപ്പെടുത്തലാണിത്. മുഅ്മിനേ, ആ അടുപ്പത്തിൽ കൊണ്ടുപോയി അല്ല ഈ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും അടുക്കാനുള്ള വലിയൊരു സമ്മാനം കൂടി കൊടുത്തയച്ചു. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, അത് നിസ്കാരമാണ്. അള്ളാന്റെ റസൂല് നടത്തിയ മിഅ്റാജ് റബ്ബിലേക്കുള്ള അടുപ്പവും സാമീപ്യവും നേടിയെടുക്കാനാണെങ്കിൽ മുഅ്മിനായ നമുക്ക് നേടാനുള്ളത്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളത് നിസ്കാരത്തിലൂടെയാ. എൻ്റെ കൂട്ടുകാരാ, എൻ്റെ പെങ്ങളെ, കോളേജിൻ്റെ പേരിലായാലും പഠനത്തിൻ്റെ പേരിലായാലും ഒരു നിസ്കാരവും നഷ്ടപ്പെടല്ലേ. നിസ്കാരത്തിൽ അലസതയുള്ളവൻക്ക് വേറെ ഒരു അമലിനും അല്ലാഹു തൗഫീഖ് നൽകൂല. പേടിക്കണേ, പേടിക്കണേ. മഹാന്മാരെ ജീവിതം അങ്ങനെയാ നമ്മളെ പഠിപ്പിക്കുന്നത്. അവര് നിസ്കാരത്തിന് വലിയ വാല്യൂ നൽകിയവരാ. ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുഴുവനും അങ്ങനെയല്ലേ മുഅ്മിനീങ്ങള്? മഹബ്ബത്തിന്റെ പേരിലാണല്ലോ നിസ്കരിക്കേണ്ടത്, മഹബ്ബത്തിന്റെ പേരിലാണല്ലോ. അള്ളാഹുവിലേക്ക് തിരിയുന്നത് മഹബ്ബത്ത് കൊണ്ടാണല്ലോ. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ അറദ്ത അൻ തകല്ലമ അള്ളാഹുവിനോട് മിണ്ടി പറയണമെന്ന് പൂതിയുണ്ടോ, ഫഅലൈക ബിസ്സലാ, നിസ്കരിച്ചോ മോനെ. അള്ളാഹുവിനോടുള്ള സംസാരമാണ്. വഇദാ അറദ്ത അൻ യുകല്ലിമക നിന്നോട് അല്ല മിണ്ടുന്നതായി നിനക്ക് തോന്നണോ, അള്ളാന്റെ സംസാരം കേൾക്കണോ, എന്നാൽ ഫഅലൈക ബിൽ ഖുർആൻ, നീ ഖുർആൻ എടുത്ത് ഓദിക്കോ. അത് അള്ളാന്റെ കലാമാ. അത് ഓതുമ്പോ നിന്നോട് റബ്ബ് ഇങ്ങനെ സംസാരിക്കും പോലെ തോന്നൂ. അള്ളാഹുവിനോട് അങ്ങോട്ട് മിണ്ടണോ, നിസ്കരിക്കാൻ കൈകെട്ടിക്കോ. ഇങ്ങോട്ട് റബ്ബിന്റെ വർത്തമാനം കേൾക്കണോ, നീ ഖുർആൻ എടുത്ത് ഓദിക്കോ. പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് എണീറ്റിട്ട് അത് അല്പം വൈകിയപ്പോൾ സുബഹി നിസ്കരിക്കുന്ന സമയം ഒരു മഹാൻ പുറത്തുനിന്ന് നല്ല കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അന്ന് അല്പം വൈകിപ്പോയതാണ് എണീക്കാൻ, ഖളാ ആയിട്ടില്ല. മരച്ചില്ലകളിൽ നിന്ന് കിളിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ മഹാനവറുകൾ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. അല്ലാ, എല്ലാ കഴിവും തന്ന എനിക്ക്, നല്ല ആരോഗ്യമുള്ള എനിക്ക്, ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും തന്ന ഞാൻ ഇപ്പോഴല്ലേ നിന്റെ മുമ്പിൽ എണീറ്റിട്ട് അമൽ ചെയ്യുന്നുള്ളൂ. ഈ ബുദ്ധിയില്ലാത്ത ജീവികള് എത്ര നേരത്തെ എണീറ്റിട്ട് നിന്റെ ദിക്റിലായി തസ്ബീഹിലായി തുടങ്ങിപ്പോയി റബ്ബേ. ഞാൻ എത്ര പമ്പര വിഡ്ഢിയാ, എത്ര അതപ്പതിച്ചവനാ. മുഅ്മിനേ, ഖൗഫുള്ളവന്റെ അടയാളമാണ് സുബഹി നഷ്ടപ്പെടാതെ നിസ്കരിക്കുക എന്നുള്ളത്. ഈ മഹാന് കരയുന്നത് സുബഹി നഷ്ടപ്പെട്ടിട്ടല്ല, സുബഹിയുടെ മുമ്പേ എണീക്കുന്നത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. ഈ കിളികളെക്കാൾ നേരത്തെ ഞാൻ എണീക്കണ്ടവനല്ലേ റബ്ബ്. ഞാനൊരു മുഹിബ്ബാകണ്ടേ അല്ലാ. മുഹിബ്ബായി തീർന്നാലല്ലേ എനിക്ക് വിജയമുള്ളൂ റബ്ബ്. ആ മുഹിബ്ബീങ്ങളിൽ പെടണമെങ്കിൽ ഞാൻ നീ നിനക്ക് നിർബന്ധമായി ചെയ്യേണ്ട കർമ്മത്തിനേക്കാൾ സുന്നത്തായ കർമ്മത്തെ മുന്തിക്കണല്ലോ. അതിന് സുബഹിന്റെ മുമ്പ് എണീക്കണ്ടേ.
ഓ മുഅ്മിനീങ്ങളെ, സുബ്ഹി ഖളാകാൻ ഇനിയുണ്ട് 10 മിനിറ്റ് എന്ന് കരുതിയിട്ട് വീണ്ടും കിടക്കുന്നവരാണോ നമ്മള്? അല്ലാ, സുബ്ഹിക്ക് പള്ളിയിലേക്ക് എത്താൻ എൻ്റെ കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. പരിശുദ്ധ റജബല്ലേ, നിസ്കാരത്തിന്റെ വാർഷികമല്ലേ, ജീവിതത്തിൽ ഒരു ചേഞ്ച് ആകാമല്ലോ നമുക്ക് നിസ്കാരം പള്ളിയിലായി നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നൊന്ന് ഈ സദസ്സെന്ന് നിയ്യത്ത് വെച്ചാലോ, ഇനി എൻ്റെ ജീവിതത്തിൽ നിസ്കാരം ഞാൻ നഷ്ടപ്പെടുത്തൂല എന്നൊന്ന് കരുതിയാലോ, നമുക്ക് മുഹിബ്ബീങ്ങളിൽ പെടണ്ടേ മുഅ്മിന്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോ നബിമാരുടെയും ഉമ്മത്തിനെ ചേർത്ത് വിളിക്കുന്നുണ്ട്. ആ നബിമാരിലേക്ക് യാ ഉമ്മത മൂസ, യാ ഉമ്മത ഈസാ. ഓരോ നബിമാരെയും ആ നബിമാരുടെ ഉമ്മത്തിലേക്ക് ചേർത്തി വിളിക്കുമത്രേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിർരി സഖതി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് കാണാൻ കഴിയും. തുദഅൽ ഉമം യൗമൽ ഖിയാമ ബി അംബിയാഇഹാ. അവർ നബിമാരിലേക്ക് ചേർത്തിയിട്ടാണ് വിളിക്കാറ്. എന്നാൽ ഗൈറൽ മുഹിബ്ബീ, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളെ ഒഴികെ അവരെ അല്ലാഹു വിളിക്കുന്നത് യാ ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ആളുകളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ഹലുമൂ ഇലല്ലാഹ്, റബ്ബിലേക്ക് വരൂ, റബ്ബിലേക്ക് വരൂ. ഇങ്ങനെ പറയുമ്പോ, ഇങ്ങനെ വിളിക്കപ്പെടുമ്പോ ഫതകാദു ഖുലൂബുഹും തൻഖലിഉ ഫർഹാ, സന്തോഷം കൊണ്ട് അവരെ കൽബ് പൊട്ടാനടുത്താകുമത്രേ, അവരെ കൽബ് സന്തോഷിക്കുമത്രേ. മുഹിബ്ബീങ്ങളെ ഗണത്തിലൊന്നും പെടണ്ടേ മുഅ്മിന്? അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണേ, അതിനു വേണ്ടി വല്ലാതെ അടുക്കണേ. അങ്ങനെ അടുത്താൽ പിന്നെ അവൻക്ക് ദുനിയാവിലെ ക്ലേശങ്ങളില്ല, അവൻക്ക് പ്രയാസങ്ങളില്ല. ഈ ഇസ്ലാം കാര്യങ്ങൾ മുഴുവനും മഹബ്ബത്തിലല്ലേ മുഅ്മിന്? ഷഹാദത്ത് കലിമ എങ്ങനെയാണ്? അവന് മനസ്സിൽ കരുതണം, നാവ് കൊണ്ട് ഉച്ചരിക്കണം, അത് മഹബ്ബത്താണ്. സ്നേഹമുണ്ടായാൽ തുറന്നു പറയണ്ടേ, സ്നേഹത്തിന്റെ അടയാളമല്ലേ തുറന്നു പറയുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അങ്ങനെയല്ലേ. പിന്നെ നിസ്കാരമാണ് അവന്റെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തൽ. അങ്ങനെയാണ് ആ മുഹിബ്ബിനെ ഓർക്കാൻ നിസ്കാരത്തെക്കാൾ വലിയ അമൽ വേറെ ഏതാണ്? അഖിമിസ്സലാത്ത ലിദിക്രി, നിസ്കാരം എന്നെ സ്മരിക്കാനുള്ളതാണ്. അല്ലാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നവളെ, ഇഷ്ടപ്പെടുന്നവനെ, നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമല്ലോ. റബ്ബിനെ ഇഷ്ടം വെച്ചാൽ അവനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമേ. അവന് ദുഹ നഷ്ടപ്പെടുത്തൂല, അവൻക്ക് തഹജ്ജുദ് മുടങ്ങൂല, അവൻ റവാത്തിബ് നഷ്ടപ്പെടുത്തൂല. അങ്ങനെയായിരിക്കും അവന്റെ ജീവിതം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. മൂന്നാമത്തത് നോമ്പാണ്. അത് ഇഷ്ടപ്പെട്ടവനക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്നവനാണല്ലോ നമ്മള്. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഐഫോണാ വേണ്ടത്, ഇല്ലാത്ത കാശ് എവിടെ നിന്നുണ്ടാക്കിയിട്ടാണെങ്കിലും അവൾക്ക് ഐഫോൺ വാങ്ങി കൊടുക്കല്ലേ. കാമുകന്റെയും കാമുകയുടെയും സ്നേഹം നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ. അത് വേണ്ടാ തരത്തിലുള്ളതാണെങ്കിലും അവനെ കൽബ് പറിച്ചു കൊടുക്കാൻ തയ്യാറാ. അവന്റെ വാപ്പയും ഉമ്മയും വിട്ടേച്ചു പോകാൻ അവൻ റെഡിയാ. എല്ലാം വിറ്റുപെറുക്കിയിട്ട് അവനൊറ്റ മഹബത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിൽ എല്ലാം അവൾക്ക് സമർപ്പിക്കാൻ തയ്യാറാകുന്നുണ്ട്. അവൻക്ക് വേണ്ടി വീട് ചെയ്യാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാൻ തയ്യാറാണ്. ഏത് ചെറ്റക്കുടിലും നമുക്ക് താമസിക്കാമിക്കാം, ഇവിടുന്നൊന്ന് ഇറങ്ങിയാ മതി എന്ന പ്ലാനിങ് ആണ്. അള്ളാനെ ഇഷ്ടപ്പെട്ട അവന് പട്ടിണിയിലാ, നോമ്പനുഷ്ഠിക്കുകയാ. നാലാമത്തത് സക്കാത്താണ്. എന്ത് ഇഷ്ടം വെച്ചാലും അവനക്ക് കൊടുക്കുമല്ലോ, ഇഷ്ടമുള്ളത് കൊടുക്കുമല്ലോ. അതേ സമ്പത്തിന്റെ സക്കാത്ത് വീട്ടലാണ്. അത് മഹബത്തിന്റെ കീഴിൽ വരുന്നതാണ്. അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവൻ അവന്റെ സമ്പത്തിന്റെ 2.5% അവൻ അളവ് തിട്ടപ്പെടുത്തിയിട്ടത് കൊടുക്കേണ്ട ആളുകളിലേക്ക് കൃത്യതയോടെ കൂടെ കൊടുക്കും. അത് മഹബത്താ, അള്ള പറഞ്ഞതാണെന്നുള്ള ബോധമാ. അഞ്ചാമത്തത് ഹജ്ജാണ്.
ഹജ്ജും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടവൻക്ക് കൊടുക്കുന്ന എല്ലാം സമർപ്പിക്കുന്ന ഇനി ആ മുഹിബ്ബിനെ ഒന്ന് കാണണമെന്നുള്ള പൂതിയാണ്. എങ്ങനെയാണ് കാണല്? അള്ളാനെ കാണാനാ ഹജ്ജിന് പോണത്. ഹജ്ജ് കഅബാലയം കണ്ടിട്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. കഅബാലയം കണ്ട് സ്നേഹം അങ്ങ് മൂത്താ പിന്നെ എന്താന്നറിയില്ല, അവിടെ ഇങ്ങനെ വട്ടം വെക്കും. അങ്ങനെയാണല്ലോ മുഹിബ്ബ്. ലൈലയുടെയും മജ്നൂനിന്റെയും കഥ. ആ വീട് ചുംബിച്ചത്, വീട് ചുറ്റിക്കറങ്ങിയത്, അത് ഇഷ്ടത്തിന്റെ അടയാളമായി നമ്മൾ വരച്ചു ചേർക്കുന്നുണ്ടെങ്കിൽ മുഹിബ്ബിന്റെ അടയാളമാ കഅബാലയത്തിന്റെ മുറ്റത്ത് കാണുന്നത്. അവിടെ വലയം ചെയ്യുകയാ, പോരാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാ. സഫയിലും മർവയില് അവിടെ മിണ്ടിപ്പറച്ചിലില്ല, അമല് മാത്രമാണ്. ഒരു ഇഷ്ടക്കാരന്റെ കാട്ടിക്കൂട്ടല്. അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്? അവൻ എറിയുന്നുണ്ട്, ചിലടത്ത് മണ്ണിലെ കിടന്ന് ഉരുളുന്നുണ്ട്. ഒന്നുമല്ലാഞ്ഞിട്ട് ലാസ്റ്റ് മൊട്ടയടിക്കുകയാണ്. എന്തൊരു മഹബ്ബത്താ! അള്ളാന്റെ മുമ്പിലെല്ലാം സമർപ്പിക്കലാണ് ഹജ്ജ്. അവനൊന്നുമല്ലെന്ന് ബോധ്യപ്പെടുത്തലാ ഹജ്ജ്. അള്ളാഹുനിയാണ്, ഞാൻ ഫഖീറാണെന്ന് സമ്മതിക്കലാ ഹജ്ജ്. ഇതെല്ലാം മഹബ്ബത്താ. അള്ളാഹുവിനോട് മഹബ്ബത്തുള്ളവരാകണേ മുഅ്മിന്. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കണേ മുഅ്മിന്. സയ്യിദവർകളെ ഇരുത്തി ഞാൻ എൻ്റെ വാക്ക് നീട്ടുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിന്, സ്വഹാബത്ത് അള്ളാഹുവിനെ സ്നേഹിച്ച് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന മുത്തുനബിയെ സ്നേഹിച്ചു. അവരെല്ലാം റബ്ബിന് സമർപ്പിച്ചു. അള്ളാന്റെ ഹബീബ് മക്കത്തേക്ക് വീട് വിട്ടിറങ്ങുമ്പോ തന്റെ പുതപ്പിൽ മാറിക്കിടക്കാൻ അലിയാര് തങ്ങളോട് പറയുമ്പോ അലിയാര് തങ്ങൾക്ക് സങ്കോചമില്ല. കൊല ചെയ്യാമെന്ന ശത്രുക്കളെ മുമ്പിലാ ആള് മാറിക്കിടക്കുന്നത്. അലിയാര് തങ്ങൾക്ക് ബേജാറ് വന്നില്ല, എന്നെ കൊല്ലുമല്ലോ എന്നുള്ള ചിന്ത വന്നില്ല. അവരെല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ചു പോയി. ഈ റബ്ബിന്റെ പേരിൽ, അള്ളാന്റെ ഹബീബിന്റെ മഹബ്ബത്തിന്റെ പേരിൽ ഞാൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. എല്ലാം സമർപ്പിച്ചിറങ്ങിയവരാ ബദരീങ്ങള്. അത് മുത്തുനബിയോടുള്ള മഹബ്ബത്തിന് അടയാളപ്പെടുത്തല. ചുടുചുടാ ചുടു ചോര ചിന്തി സടകുടഞ്ഞവരന്ന് മണ്ടി കിടുകിടാ പിടയുന്ന പടയണി കണ്ടു പടയങ്കി ഉടനടി ഉടയവൻ പട പൊടി പടർത്തി ഭദ്രതും ലംഘി وجادوا بأموال وباعوا نفوسهم لدين الهدى في كل അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരല്ലേ ബദരീങ്ങള്, സ്വഹാബത്ത്. അവർ അല്ലാഹുവിന്റെ ഇഷ്ടം നേടിപ്പോയി, മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചുപോയി. അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് നാളെ ചെന്നിട്ട് അനസ് തങ്ങൾ പറയാനുണ്ട്, നബിയേ തങ്ങൾക്ക് പ്രിയപ്പെട്ട അനസാ, തങ്ങൾക്ക് വെള്ളമെടുത്തു തന്ന അനസാ, എന്നെ ഒന്ന് പരിഗണിക്കണേ നബിയേ. ചുടുചുടാ വിറക്കുന്ന വല്ലാത്ത തണുപ്പുള്ള രാത്രിയിലും മുത്തുനബിക്ക് വുളൂ ചെയ്യാൻ വെള്ളമെടുത്തു കൊടുക്കണമെന്നുള്ള ചിന്തയോടെ തണുത്തു വിറച്ച് പുറത്ത് കാത്തു നിൽക്കുന്ന റബീഅ തങ്ങൾ നാളെ ചെല്ലുമല്ലോ. മുത്തുനബിയെ പാവം റബീഅയാണ്, തങ്ങളോട് സ്വർഗം ചോദിച്ചവനാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, തങ്ങളെ എന്തു വേണമെന്ന് തങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ ഞാൻ സ്വർഗമാ ചോദിച്ചത്, അല്ല തങ്ങളെ കൂടെ സ്വർഗമാ ചോദിച്ചത്. നബിയേ റബീഅ ഇദാ വന്നിട്ടുണ്ട്. തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് റബീഅ തങ്ങൾ പറയുമല്ലോ, തങ്ങൾക്ക് വേണ്ടി രക്ഷാകവചമായി നിന്ന മഹാനായ അബൂ ദുജാന, മഹാനായ അബൂ ത്വൽഹ, 70ഓളം പൊട്ടു ശരീരത്തിൽ മുറിവായവര്, അമ്പ് തുള
നുബുവത്ത് കയറിയവര്, ഉമ്മമാരെ, ഇത്തരം മഹദിമാര്, മഹാന്മാർ അള്ളാന്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് മഹബത്തിനായി ജീവിച്ച് സ്വർഗം വാങ്ങിപ്പോയി. ഈ ആഖിറുസ്സമാനിൽ നമ്മൾക്ക് എങ്ങനെയാ രക്ഷപ്പെടാനുള്ളത്? അവിടുത്തെ സഹായിക്കലാ. എങ്ങനെ സഹായിക്കാനാ? അവന്റെ ദീനിനെ സഹായിക്കലാ, അള്ളാന്റെ ദീനിനെ ഹെൽപ്പാക്കലാ. പാവങ്ങളെ സഹായിച്ചോ, നിസ്കാരം നിലനിർത്തിക്കോ, നോമ്പനുഷ്ഠിച്ചോ, ആർക്കും ഒന്നും തടയല്ലേ. എല്ലാ നിലക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നവനാക്, വിശാല മനസ്സതയുള്ളവനാക്. കിബിറ് വെക്കല്ലേ, പിണങ്ങല്ലേ ഉമ്മ. ആരോടെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ ശുണ്ഠി കൽബിലാണ്, അരിശമാണ്, ഹസദാണ്, കിബിറാണ് കൽബിലെങ്കിൽ ഈ സദസ് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഈ വലിയ നമ്മളെ നോക്കൂലല്ലോ. പിന്നെയല്ലേ മുത്തുനബി പരിഗണിക്കല്, പിന്നെയല്ലേ അള്ള പരിഗണിക്കല്. ആരോടും പിണക്കമില്ലാത്തൊരു ജീവിതം കൊണ്ടുവന്നോ വാപ്പാ. അയൽവാസിയെ പ്രയാസപ്പെടുത്തല്ലേ, കൂടപ്പിറപ്പിനോട് തെറ്റിക്കഴിയല്ലേ. ഈമാനോട് ജീവിച്ച് ഈമാനോടുകൂടെ നല്ല രാവിലെ മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഹബത്ത് പറയാൻ ഞങ്ങൾക്ക് എളുപ്പമുണ്ട് റബ്ബേ. ഞങ്ങളെ ഖൽബിൽ നീ ഇഖ്ലാസോടെ മഹബത്ത് നിറച്ചു തരണേ അല്ലാ. നിസ്കാരത്തിലും മറ്റു അമലുകളിലുമെല്ലാം ഖുശൂഉൽ ഖൽബോടെ നിന്നെ കണ്ണിൽ കണ്ടിട്ട് നിസ്കരിക്കാൻ, അമല് ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. മുത്തുനബിയോട് മഹബത്ത് വെക്കുന്ന ഒരു ഖൽബ്, സ്വലാത്ത് ചൊല്ലുന്ന ഒരു ഖൽബ് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ മഹബത്തിന് എതിരാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തണേ അല്ലാ. ഹറാമ് ചെയ്യാത്ത, കാണാത്ത, കേൾക്കാത്ത, ചിന്തിക്കാത്ത നല്ല ഒരു കണ്ണും കാതും ഖൽബും തന്ന് നിന്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളായ അടിമകളിൽ ഞങ്ങളെ ഒന്ന് ചേർത്തി തരണേ റബ്ബേ. ഖൽബുലങ്കി താജുൽ ഉലമ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ഒന്ന് ഖൽബുലങ്കിയിട്ട് നല്ല രാവിലെ, നല്ല മാസത്തിൽ നല്ലതുമായി ബന്ധപ്പെടുമ്പോൾ ഹക്കടപാട് മുഴുവനും വീട്ടി കലിമ ചൊല്ലി മുത്തായ തങ്ങളെ പുന്നാര മുഖം കണ്ടൊന്നു മരിക്കാൻ ഈ സദസ് സബവാക്കണേ അല്ലാ. ആമീന ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഫഖീറിന് ദുആ എന്ന് മാത്രം വസിയ്യത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.